പ്രിയമുള്ളവരെ, അൺടച്ചബിലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. ഒരു അൺടച്ചബിലിറ്റി കഴിഞ്ഞുപോയ ഭൂതകാലമാണ് എന്ന് നമുക്ക് തോന്നിയാലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലമാണ് അൺടച്ചബിലിറ്റി എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഈ അൺടച്ചബിലിറ്റി എന്നുള്ള വാക്ക് ഉദ്ധരണിക്കകത്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ശബരിമല മേൽശാന്തി നിയമനത്തെ സംബന്ധിച്ച് 192 പേജുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും പുറപ്പെടുകയുണ്ടായി. ഈ 192 പേജുള്ള വിധി ന്യായത്തിൽ പറയുന്നത്, കേരളത്തിലെ അവർണ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവർ താന്ത്രിക പൂജ പഠിച്ചാൽ പോലും അവർ പൂജ ചെയ്യുവാൻ അവകാശിയല്ല എന്നുള്ളതാണ് ഈ വിധി നമ്മളോട് പറയുന്നത്. പകരം കേരളത്തിൽ മലയാള ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് ശബരിമലയിൽ അയ്യപ്പനെ പൂജിക്കുവാൻ അവകാശം എന്നുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഈ കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ നിന്നും പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നത്. വളരെ വിചിത്രമായൊരു കാര്യം, നമ്മൾ പലതരം വർഗസിദ്ധാന്തത്തെയൊക്കെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതിൽ നമ്പൂതിരിമാർക്ക് വേണ്ടി വാദിച്ച ആളുകളും അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവകാശപ്പെട്ടത് മലയാള ബ്രാഹ്മണർ ഒരു പ്രത്യേകം ക്ലാസ് ആണെന്നാണ്, ഒരു പ്രത്യേക വർഗമാണ് മലയാള ബ്രാഹ്മണർ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റിൽ പറയുന്നത്. അത് ഏത് വർഗസിദ്ധാന്തമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മറ്റൊരു കാര്യം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2 പാചകക്കാരെ നിയമിക്കുന്നത് സംബന്ധിച്ച് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുകയുണ്ടായി. ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പാചകക്കാരനാകണമെങ്കിൽ അവർ ബ്രാഹ്മണർ തന്നെ ആയിരിക്കണം, മറ്റാരും തന്നെ പാചകക്കാരനാകാൻ പാടില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് ഒരു കീഴ്ശാന്തി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അതിൽ പറയുന്നത് ശുഗപുരം ഗ്രാമത്തിലെ നമ്പൂതിരിമാർ മാത്രമേ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇതുകൂടാതെ കേരളത്തിലെ ഗ്രൂപ്പ് എയിൽ പെടുന്ന ധാരാളം ക്ഷേത്രങ്ങൾ കാരായ്മയായിട്ട് തുടരുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നമ്പൂതിരി ബ്രാഹ്മണർ തന്നെയാണ് പൂജ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി എന്താണ് എന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് തൂക്കിയ സ്ഥലങ്ങൾ കേരളത്തിൽ നമുക്ക് കാണാം. ഇതെല്ലാം എന്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിയമം മൂലം നിരോധിച്ച ഒരു കാര്യം നമ്മൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുകയാണ്. അൺടച്ചബിലിറ്റി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇന്ത്യൻ സമൂഹം ആകമാനവും, കേരളീയ സമൂഹം വിശേഷിച്ചും. പിന്നെ കേരളീയ സമൂഹം എങ്ങനെ ഇതിനെ അതിജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പുരോഗമന വായാടിത്തരം പറഞ്ഞുകൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ നിരന്തരം മറികടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു വിചിത്രമായ ലോകത്താണ് കേരളീയർ ജീവിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ കേരളീയർ ഇപ്പോഴും അൺടച്ചബിലിറ്റി പരിപാലിക്കുന്ന ഒരു സമൂഹമാണെന്നും അതിനെ മറികടക്കാൻ പലതരത്തിൽ ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നമ്മൾ ഈ വിവരിക്കുന്ന ഈ പറയുന്ന അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആശയത്തിന്, അതിൻ്റെ പ്രയോഗ രൂപത്തിന് ഇന്ത്യയിൽ 1000 ആണ്ടുകളായി പഴക്കമുള്ള ഒരാശയ വ്യവസ്ഥയാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. പുതുതായി ഉണ്ടായി വന്ന ഒന്നല്ല. 1000 ആണ്ടുകളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരാശയവും വ്യവസ്ഥയുമാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. അത് കേവലം ബ്രാഹ്മണർ ക്ഷത്രിയരോട് കാണിക്കുന്നതോ ക്ഷത്രിയർ വൈശ്യരോട് പുലർത്തുന്നതോ ബ്രാഹ്മണാദികൾ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളോട് പുലർത്തുന്നത് മാത്രമല്ല, എങ്ങനെയാണോ ശ്രേണീകൃതമായ അസമത്വ വ്യവസ്ഥയായി ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ ഈ അയിത്തം എന്ന് പറയുന്ന വ്യവസ്ഥ, ആചാര വ്യവസ്ഥ ഒരു മേൽക്കീഴ് വ്യവസ്ഥയായിട്ട് സമൂഹത്തിൽ ആകമാനം നിലനിൽക്കുകയാണ്. ബ്രാഹ്മണൻ ഈ അയിത്തം ക്ഷത്രിയനോട് കാണിക്കുന്നു, ക്ഷത്രിയൻ വൈശ്യരോട് കാണിക്കുന്നു, വൈശ്യർ ശൂദ്രരോട് കാണിക്കുന്നു, ശൂദ്രർ മറ്റുള്ളവരോട് കാണിക്കുന്നു, ബ്രാഹ്മണ പുരുഷ മേധാവിത്വം സ്ത്രീകളോട് കാണിക്കുന്നു, സ്ത്രീകൾ തമ്മിൽ പുലർത്തുന്നു. ഇങ്ങനെ സമൂഹത്തിൽ ആകമാനം
വ്യാപിച്ച് പടർന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് അൺടച്ചബിലിറ്റി, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത്. അത് തന്നെയാണ് തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്ന ആശയവുമായും വ്യവസ്ഥയുമായിട്ടും മനുഷ്യരെ തരംതിരിക്കുകയും സമൂഹത്തിൽ തുല്യത എന്ന് പറയുന്ന ആശയം ഒരു തരത്തിലും പരിപാലിക്കാൻ അനുവദിക്കാത്ത ഒരു വ്യവസ്ഥയുടെ പേരാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. കേരള സമൂഹം പുറത്താക്കി എന്ന് പറയുന്ന ഈ അൺടച്ചബിലിറ്റി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതറിയണമെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം ഉണ്ടല്ലോ, അവിടോട്ട് പോയി നോക്കിയാൽ മതി, നമുക്കറിയാം. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തോട്ട് പോയാൽ മതി, അറിയാം. ശബരിമലയിൽ ചെന്നാൽ മതി, ഈ അൺടച്ചബിലിറ്റി നിലനിൽക്കുന്നത് നമുക്കറിയാം. അങ്ങനെ കേരളത്തിലെ ക്ഷേത്രം ഹാമിങ്ടൺ ദൊര വിശേഷിപ്പിച്ചതുപോലെ ഒരു അമ്പല രാജ്യമായിട്ട് നിലനിൽക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു. ആ പ്രാണപ്രതിഷ്ഠയുടെ സന്ദർഭത്തിൽ ഒരു ശങ്കര മഠത്തിന്റെ സന്യാസി പറഞ്ഞത്, ഈ നിർമ്മാണ പ്രക്രിയകളൊക്കെ നടത്തിയ സന്യാസി ശൂദ്രന്മാരെ ഇനിയും ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ സന്ദർഭത്തിൽ ഒരു സന്യാസി പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായ ഒരു കീഴ്വഴക്കമുള്ള അതിശക്തമായ വേരോട്ടമുള്ള ഒരു വ്യവസ്ഥയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ആധാരം എന്താണ് എന്നും എങ്ങനെയാണ് അതൊരു അനുഷ്ഠാന സമുച്ചയമായിട്ട് നിലനിൽക്കുന്നത് എന്നും എങ്ങനെയാണ് അതൊരു അനുഷ്ഠാനത്തിലൂടെ നാം സ്വാംശീകരിക്കുന്ന ഒന്നായി തുടരുന്നത് എന്ന് പറയാനാണ് പ്രധാനമായിട്ട് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങളും വൈദിക ധർമ്മശാസ്ത്രങ്ങളുമാണ് അൺടച്ചബിലിറ്റിയെ, അയിത്ത വ്യവസ്ഥയെ ധാർമ്മികമായി പരിപാലിക്കുകയും ധാർമ്മികമായി അതൊരു മൂല്യ വ്യവസ്ഥയാക്കി മാറ്റിയെടുത്തത് എന്നുള്ളതാണ് നമുക്ക് ഈ ഗ്രന്ഥപാഠങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഈ ഭക്തി പ്രഭാഷകരും അതുപോലെ തന്നെ ആർഷഭാരതത്തിന്റെ വക്താക്കളുമൊക്കെ നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വസുദൈവ കുടുംബകവും ലോകാസമസ്ത സുഖിനോ ഭവന്തുവും അതുപോലെ തന്നെ വലിയ മഹത്തായ ആശയങ്ങളാണ് ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളത് എന്നാണ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം ഈ ഗ്രന്ഥങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഈ ഗ്രന്ഥങ്ങളാണ് അടിസ്ഥാനപരമായി ഈ വ്യവസ്ഥയെ സാധൂകരിക്കുന്ന നിലപാട് തറയുള്ള ഒന്നായി പുലർന്നു പോരുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഗ്രന്ഥപാഠങ്ങൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് പ്രധാനമായും ഞാൻ ഈ സംഭാഷണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അൺടച്ചബിലിറ്റി എന്ന വാക്കിനെ, എന്ന ആശയ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മസൂത്രം, ആപസ്തംഭ ധർമ്മസൂത്രം എന്ന് പറയുന്ന ഒരു ധർമ്മസൂത്രമുണ്ട്. ഇത്തരം ധർമ്മസൂത്രങ്ങളാണ് ഇന്ത്യയിലെ ഒരു കാലഘട്ടത്തിലെ നിയമങ്ങൾ നിശ്ചയിച്ച് പരിപാലിച്ചു കൊണ്ടിരുന്നതിൻ്റെ ആധികാരിക ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ധർമ്മശാസ്ത്രങ്ങളായിരുന്നു. ഇപ്പോഴും ഇത് തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനാ കോടതികളിൽ നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളൊന്നുമല്ല ചർച്ച ചെയ്യുന്നത്. ഭരണഘടന സബരിമലയെ സംബന്ധിച്ച വിഷയം ഇപ്പോൾ വിശാല ഭരണഘടനാ ബെഞ്ചിന് മുമ്പിലാണുള്ളത്. എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയാണോ ചർച്ച? അല്ല, തന്ത്രസമുച്ചയവും കുഴിക്കാട്ടുപച്ചയും മനുസ്മൃതിയുമാണ് ചർച്ച ചെയ്യുന്നത്. അക്ബർ സീത വിവാദം വന്നു. എന്താണ് ഇന്ത്യയുടെ കോടതികൾ പരിശോധിച്ചത്? ഇന്ത്യയുടെ കോടതികൾ ഒരു തിയോക്രാറ്റിക് ജഡ്ജിമാര് ഭരിക്കുന്ന കോടതികളായി ഇന്ത്യൻ കോടതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു സ്ത്രീ പീഡനമേറ്റ് അതിന് പരിഹാരമുണ്ടാക്കാനായി കോടതിയിലേക്ക് ചെന്നപ്പോൾ കോടതി ആ സ്ത്രീയോട് പറഞ്ഞത്, ഈ ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അലഹബാദ് ഹൈക്കോടതി ഉടൻ തന്നെ അലഹബാദ് സർവകലാശാലയിലെ ജ്യോതിഷ വിഭാഗം പ്രൊഫസർക്ക് അയച്ചു കൊടുക്കുകയാണ് ഇവരുടെ ജാതകം പരിശോധിക്കാൻ. എത്രമാത്രം വിചിത്രമായ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ജാർഖണ്ഡ് കോടതി പറഞ്ഞത് അമ്മായിയമ്മയെ മരുമകൾ എങ്ങനെ സേവിക്കണമെന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട്, അതനുസരിച്ച് ജീവിക്കണമെന്ന് മറ്റൊരു കോടതി പറയുന്നു. അങ്ങനെ നമ്മുടെ കോടതികൾ മനുവിന്റെ ശാസനാലയങ്ങളായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അഡ്വക്കേറ്റ് ആശ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം, ഇതൊക്കെ ചിലപ്പം കോടതി അലക്ഷ്യവും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളെ പിടിച്ച് ജയിലിലിടാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ എത്ര കാലം ഇനിയും പറയാൻ സാധിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം ഭീതിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ഈ ആപസ്തംഭ ധർമ്മസൂത്രത്തില് പാപം എന്ന് പറയുന്ന സങ്കല്പത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അത്
പതനീയം എന്നും അശുചികരം എന്ന് പറയുന്ന രണ്ട് ആശയങ്ങളാണ്. ഇതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. ജാതിഭ്രംശം വരുന്നതിനെയാണ് പതനീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം. അതായത് ഒരു ബ്രാഹ്മണ സ്ത്രീയെ ഒരു ശൂദ്രൻ പ്രാപിക്കുക, പ്രതിഷിദ്ധങ്ങളായ മാംസം ഭക്ഷിക്കുക, അപപാത്രമായ സ്ത്രീകളെ ബ്രാഹ്മണൻ പ്രാപിക്കുക, ഇതൊക്കെയാണ് അശുദ്ധികരമായ അയിത്തം നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്ന ഒന്നായി ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നത്. ആശയം വ്യക്തമാണല്ലോ. ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയും, അധർമ്മണാം തു സതതം ആചാരഃ അധ അശുചികരാണി ശൂദ്രഗമന ആര്യ സ്ത്രീണാം പ്രതിഷിദ്ധാനാം മാംസഭക്ഷണം ശുനോ മനുഷ്യസ്യ ച കുക്കുടസൂകരാണാം ഗ്രാമ്യാണാം ക്രവ്യാദസാം മനുഷ്യാണാം മൂത്രപൂരുഷപ്രാശനം ശൂദ്രോച്ഛിഷ്ടം അപപാത്രഗമനം ച ആര്യാണാം. ഇതാണ് ആപസ്തംഭ ധർമ്മസൂത്രം എന്ന് പറയുന്ന വളരെ പ്രാചീനമായ ഒരു ധർമ്മസൂത്രത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വർണ്ണം മാറി ആരും വിവാഹം കഴിക്കാൻ പാടില്ല. ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്ര സ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. ഇത്തരം വിവാഹങ്ങളൊക്കെ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത്? അത് അശുദ്ധി ഉണ്ടാക്കും, അയിത്തമുണ്ടാക്കും. കാരണം ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ ശരീരം വളരെ ശുദ്ധമായ ശരീരവും ഒരു ശൂദ്ര പുരുഷന്റെ ശരീരം ഏറ്റവും നികൃഷ്ടമായ ചെളി നിറഞ്ഞ അഴുക്ക് നിറഞ്ഞ ഒരു ശരീരമായി ആപസ്തംഭ ധർമ്മസൂത്രം ഒരു ശൂദ്രന്റെ ശരീരത്തെ സ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ആ ശൂദ്രരാരാണെന്ന്, മലയാള ശൂദ്രരാരാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഈ കേരളത്തിലെ മലയാളി ശൂദ്രരാണ് കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന്റെ പ്രധാനപ്പെട്ട സംരക്ഷകർ. തന്നെയല്ല, ഈ ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ തന്നെ പറയും, ചണ്ടാളനോടുള്ള സഹവാസം പാപമാണ് എന്നാണ് ഈ ആപസ്തംഭ ധർമ്മസൂത്രത്തിൽ പറയുന്നത്. ചണ്ടാളൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആപസ്തംഭ ധർമ്മസൂത്രം സൃഷ്ടിച്ചിരിക്കുക. ആരാണ് ചണ്ടാളൻ? അയാളുടെ ജോലി എന്താണ്? മനുസ്മൃതിയിലും മറ്റും പറയുന്നുണ്ട്, ഗ്രാമമൊക്കെ വൃത്തിയാക്കുക, ഗ്രാമത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവരുടെ ശവശരീരം മറവ് ചെയ്യുക, ഗ്രാമത്തിലൊരു പശു ചത്തു കഴിഞ്ഞാൽ അതിനെ എടുത്തോണ്ട് പോവുക. ഇങ്ങനെ ഒരു ഗ്രാമത്തിന് വേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ചണ്ടാളൻ. പക്ഷേ ഇന്ത്യൻ സമൂഹം, ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്താണ് ചണ്ടാളനോട് ചെയ്തത്? അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ഹീനമായി കാണുന്ന വ്യവസ്ഥിതിയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അധ്വാനത്തോട് യാതൊരു ബഹുമാനമില്ലാത്ത ഒരു സങ്കല്പമാണ് ബ്രാഹ്മണ്യം. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വെറുതെ ഇരുന്ന് ഈ രാവിലെ വൈകിട്ട് മഹാഭാരതം വായിക്കുക, രാമായണം ചൊല്ലുക, കടവല്ലൂർ അന്യോന്യം ചൊല്ലുക, രാത്രിയായാൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല തൽക്കാലം. ഇതായിരുന്നു ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അവർക്ക് അധ്വാനിക്കുന്നവരെ കണ്ടുകൂടാ. അധ്വാനിക്കുന്നവരെ ഏറ്റവും നികൃഷ്ടമായി കാണുന്ന ഒരു വ്യവസ്ഥിതി, അതാണ് ബ്രാഹ്മണ്യം. ചണ്ടാളനെ സ്പർശിക്കുന്നത് പാപം. അയാളെ സ്പർശിച്ചാൽ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കണം. അയാളോട് സംസാരിച്ചാൽ, ഒരു ബ്രാഹ്മണനോട് സംസാരിച്ചാൽ മാത്രമേ ചണ്ടാളനോട് സംസാരിച്ച പാപം തീരൂ എന്നാണ് ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നത്. ചണ്ടാളനെ നോക്കിയാലുള്ള പാപം തീരണമെങ്കിൽ നോക്കിയാൽ തന്നെ പാപമാണെന്നാണ് ആപസ്തംഭ ധർമ്മസൂത്രം. ഒരു ചണ്ടാളനെ ദൂരത്ത് കണ്ടാൽ പോലും പാപമാണെന്ന് ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നു. അങ്ങനെ ഒരു ചണ്ടാളനെ നേർക്കുനേരെ കണ്ടാൽ എന്താണ് പരിഹാരം? ആകാശഗോളങ്ങളെ നോക്കുക, അതാണ് പ്രായശ്ചിത്തം എന്ന് ആപസ്തംഭ ധർമ്മസൂത്രം പറയുന്നു. യഥാ ചണ്ടാലോപസ്പർശനേ സംഭാഷായാം ദർശനേ ച ദോഷസ്തത്ര പ്രായശ്ചിത്തം അവഗാഹനമവാമുപസ്പർശനേ സംഭാഷായാം ബ്രാഹ്മണ സംഭാഷ ദർശനേ ജ്യോതിഷാം ദർശനം എന്ന് ആപസ്തംഭ ധർമ്മസൂത്രം പറഞ്ഞു വെക്കുന്നു. ഗൗതമ ധർമ്മസൂത്രം പറയുന്നത് അശുദ്ധരായ ജാതി വിഭാഗങ്ങളുമായി സഹവസിക്കുന്നത് തന്നെ പാപമാണെന്ന്. അപ്പൊ അശുദ്ധർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ ബ്രാഹ്മണ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അശുദ്ധർ ഒരു വലിയ നീണ്ട ലിസ്റ്റാ. ഇത് വിശദീകരിക്കുന്ന സന്ദർഭത്തിലൊക്കെ പറയാം. ഗൗതമ ധർമ്മസൂത്രം 19-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള സൂത്രങ്ങളിലാണത് പറയുന്നത്. ജാതി ഭ്രഷ്ട് നീക്കുന്നതിനുള്ള കർമ്മങ്ങളെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സവർണ സ്ത്രീ അല്ലെങ്കിൽ ഒരു ത്രൈവർണികയായിട്ടുള്ള ഒരു സ്ത്രീ അവർണ പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ രാജാവ് എന്ത് ചെയ്യണം? രാജാവ് ഒരു നായയെ വിട്ട് പരസ്യമായിട്ട് ആ സവർണ സ്ത്രീയെ കടിപ്പിക്കണമെന്നാണ് ഗൗതമ ധർമ്മസൂത്രം പറഞ്ഞിരിക്കുന്നത്. ഗൗതമ ധർമ്മസൂത്രം 23-ാം അധ്യായം 32 മുതൽ 33 വരെയുള്ള സൂത്രങ്ങൾ. ഇത് ഇന്ത്യയിൽ ഇപ്പോഴും തുടരുകയാണ്. എത്രമാത്രം ജാതി മാറിയുള്ള വിവാഹങ്ങളെന്നല്ല പറയേണ്ടത് കേട്ടോ.
സമുദായങ്ങൾ മാറിയുള്ള വിവാഹം, സമുദായങ്ങൾ പരസ്പരം കലരുന്നതിനെയും വിവാഹം കഴിച്ച് ജീവിക്കുന്നതിനെയും ഇന്ത്യൻ ബ്രാഹ്മണ്യം ഭയപ്പെടുന്നു. മനുഷ്യർ പരസ്പരം കലർന്ന് ജീവിക്കുന്നതിന് ഇന്ത്യൻ ബ്രാഹ്മണ്യം അനുവദിക്കുന്നതേ ഇല്ല. പരസ്പര സഹവാസത്തെ, പരസ്പര സഹജീവനത്തെ ഇന്ത്യൻ ബ്രാഹ്മണ്യം വെറുക്കുന്നു. മനുഷ്യർ പരസ്പരം കലരാത്ത ഒറ്റക്കൽ പ്രതിഷ്ഠകളായി മനുഷ്യർ ജീവിക്കണമെന്ന് ഇന്ത്യൻ ബ്രാഹ്മണ്യം കൽപ്പിക്കുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടൊരു പട്ടിയെ വിട്ട് കടിപ്പിക്കണമെന്നാണ് പറയുന്നത് അത്തരം ഒരു സ്ത്രീയെ. എന്ന് പറഞ്ഞാൽ ഇതേ ദുഃഖമാണ് അർജുനനോട് ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ പറയുകയാണ്, ഭഗവാനെ, എൻ്റെ ഒരു പ്രധാനപ്പെട്ട ദുഃഖം എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ആണുങ്ങളെല്ലാം മരിച്ചുപോയാൽ കുലസ്ത്രീകൾ മുഴുവൻ ദുഷിച്ചു പോകും, എന്തു ചെയ്യും? അപ്പൊ അർജുനന്റെ ദുഃഖം, വിഷാദ യോഗത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്ന അർജുനന്റെ ദുഃഖം എന്താണ്? അർജുനന്റെ ദുഃഖം എന്ന് പറയുന്നത് അവരുടെ കുലത്തിലെ ആണുങ്ങളെല്ലാം ചത്തുപോയാൽ ആ കുലത്തിലെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ മറ്റു വർണ്ണത്തിൽപ്പെട്ട ആളുകളുമായി സഹകരിച്ച് ജീവിക്കും. അങ്ങനെ ഒരു പുതിയ തലമുറയുണ്ടാകും, പല വർണ്ണങ്ങൾ കലർന്നുള്ള കുട്ടികൾ ജനിക്കും. ഇതായിരുന്നു അർജുനന്റെ ആകുലത. വേറെ പ്രശ്നമൊന്നുമില്ല, മറ്റു പ്രശ്നമൊന്നുമില്ല. ഈ ഇന്ത്യയിലെ സന്യാസിമാര് വ്യാഖ്യാനിക്കുന്നത് പോലെ ഗഹനമായ ഒരു കാര്യവും ഈ ഭഗവത്ഗീത അഡ്രസ് ചെയ്തിട്ടില്ല. ഭഗവത്ഗീത പറയുന്നത് എന്താണ്? അർജുനൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൃഷ്ണനോട് പറയുന്നു, ഞങ്ങളുടെ കുലസ്ത്രീകളൊക്കെ ദുഷിച്ചു പോകും കൃഷ്ണ, എന്താണ് പരിഹാരം? അപ്പൊ പറയാണ്, നീ പേടിക്കണ്ട, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ, ഞാനാണത് സൃഷ്ടിച്ചത്, അത് പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും, നീ പേടിക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല, ഒരു വാക്കും കൂടെ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്നുണ്ട്, സംഭവാമി യുഗേ യുഗേ, ഈ ചാതുർവർണ്ണ്യത്തെ നിലനിർത്താൻ ഞാൻ യുഗങ്ങൾ തോറും അവതരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു തമാശയല്ല. നിങ്ങൾ ഭാഗവത പുരാണം എടുത്തിട്ട് 11-ാം അധ്യായത്തിലെ കലിയുഗ വർണ്ണന നോക്കണം. കലിയുഗ വർണ്ണനയില് ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ഞാൻ കലിയുഗത്തിൽ അവതരിക്കും. ഇപ്പോഴാണല്ലോ കലിയുഗം, 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചു കലിയുഗം. സ്ത്രീകള് സ്വതന്ത്രരായി നടക്കുന്നു, ശൂദ്രന്മാര് അധികാരത്തിലെത്തി. ഇങ്ങനെ പലതരത്തിൽ ഒരു സമൂഹത്തിന്റെ വ്യവസ്ഥ ആകപ്പാറെ ബ്രാഹ്മണ്യത്തിനെതിരെ സഞ്ചരിക്കുന്ന ഒരു വ്യവസ്ഥ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറി. ഇതിനെയൊക്കെയാണ് ആര് പ്രശ്നമായിട്ട് കാണുന്നത്? ഭാഗവത പുരാണകാരൻ പ്രശ്നമായിട്ട് കാണുന്നത്. എന്താണ് അതിന് പരിഹാരമായി കൃഷ്ണൻ പറയുന്നത്? ചാതുർവർണ്ണ്യത്തെ പുനഃസ്ഥാപിക്കാൻ ഞാൻ കലിയുഗത്തിൽ ഖഡ്ഗിയായിട്ട് അവതരിക്കും. എന്തിനു വേണ്ടിയാണ് അവതരിക്കുന്നത്? ഭക്തജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ശിഷ്ടന്മാരെ രക്ഷിക്കാൻ ഭഗവാൻ ഇപ്പോൾ അവതരിക്കും. നോക്കിയിരുന്നോ, എന്തിനാണ് അവതരിക്കുന്നത്? ചാതുർവർണ്ണ്യം പുനഃസ്ഥാപിക്കാൻ ആണ് എന്നാര് പറയുന്നു? ഭാഗവത പുരാണം പറയുന്നു. വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ബൗധായന ധർമ്മസൂത്രം 2-ാം അധ്യായം 2:1 മുതൽ 19 വരെയുള്ള സൂത്രങ്ങളിൽ പറയുന്നത് അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ ഗമിക്കുന്നത് പാപമാണെന്ന്. ഇപ്പൊ പാപം, അശുദ്ധി എന്നുള്ള സങ്കല്പത്തിലൂടെയൊക്കെയാണ് ഈ അയിത്തത്തെ ഒരു സംരക്ഷിത ദൂഷിത വലയമാക്കി ഇന്ത്യൻ ബ്രാഹ്മണ്യം മാറ്റി തീർത്തത്. ബ്രാഹ്മണൻ ശൂദ്രനിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം വാങ്ങി കഴിക്കുകയോ ശൂദ്ര സ്ത്രീയെ പ്രാപിക്കുകയോ ചെയ്താൽ അശുദ്ധിയാണ്, പാപമാണ് എന്ന് ബൗധായന ധർമ്മസൂത്രം പറഞ്ഞു വെക്കുന്നു. ശൂദ്രാന്ന സ്ത്രീഗമന ഭോജനേഷു കേവലേഷു പൃഥക് പൃഥക് സപ്താഹം സപ്ത സപ്ത പ്രാണായാമാൻ ധാരയേത് എന്ന് ബൗധായന ധർമ്മസൂത്രം പറഞ്ഞു വെക്കുന്നു. വസിഷ്ഠ ധർമ്മസൂത്രത്തിലും ഇതേ ആശയം കാണാം. പ്രതിഷിദ്ധരായ സ്ത്രീകളെ പ്രാപിക്കുന്നത് അശുദ്ധി. എന്തുകൊണ്ടാണ് ഇത് നിരന്തരം പറയുന്നത്? വർണ്ണസങ്കരം ഉണ്ടാകാൻ പാടില്ല, ജാതികൾ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കണം ജാതികൾ? ശ്രേണീകൃതമായി തട്ടുതിരിച്ച സമൂഹമായി ഈ സമൂഹം നിലനിൽക്കണം. സമൂഹത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? സമത്വം ഉണ്ടാകാൻ പാടില്ല. സമത്വം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യർ പരസ്പരം കലർന്ന് ജീവിക്കുന്നതിനെ തടയണം. അങ്ങനെ കലർന്ന് ജീവിക്കുന്നതിനെ തടയുന്നതിന് എന്ത് വേണം? കലർന്ന് ജീവിക്കുന്നതിനെ തടയുന്ന അനുഷ്ഠാനങ്ങളും വ്യവഹാരങ്ങളും ഉണ്ടാവണം. അത് വിശ്വാസമായി മാറണം, അമ്മുമ്മ കഥയായിട്ട് നിലനിൽക്കണം, നിത്യജീവിതത്തിൽ അത് തുടരണം. അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യവസ്ഥാക്രമമായി അയിത്തം മാറിത്തീർന്നിരിക്കുന്നു. ഇപ്പോഴും തുടരുന്നു. പുലയും വാലായ്മയും ഇപ്പോഴും സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അത് അയിത്തത്തിന്റെ ഒരു പ്രത്യക്ഷ ആചരണ ക്രമമാണ്.
ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ പ്രാപിച്ചാൽ ബ്രാഹ്മണ സ്ത്രീയുടെ തല മുണ്ടനം ചെയ്ത് ആ ബ്രാഹ്മണ സ്ത്രീയെ വിവസ്ത്രയാക്കി അവരുടെ ശരീരത്തിൽ മണ്ണും തേനും നെയ്യും തേച്ചു പിടിപ്പിച്ച് കറുത്ത കഴുതയുടെ മുകളിൽ കയറ്റി ഗ്രാമപ്രദക്ഷിണം ചെയ്യിക്കണമെന്നാണ് വസിഷ്ഠ ധർമ്മസൂത്രം പറയുന്നത്. 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള സൂത്രങ്ങൾ. പതിതരുമായി സഹവസിക്കുന്നത് തന്നെ പാപമാണെന്ന് വസിഷ്ഠ ധർമ്മസൂത്രം പറയുന്നു. ആരാണ് പതിതർ? അതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞു പോയ കാലമാണെന്ന്. കഴിഞ്ഞു പോയ കാലമൊന്നുമല്ല, നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലമാണ്. ഏകദേശം 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് ചെരുപ്പിട്ട് ദളിത പിന്നോക്ക ജാതി വിഭാഗങ്ങൾക്ക് തമിഴ്നാട്ടിലെ റോഡിലൂടെ പോലും നടക്കാൻ സാധിച്ചത്. ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ ദളിതർക്ക്, പിന്നാക്ക ജാതി വിഭാഗങ്ങൾക്ക്, അവർണർക്ക് പ്രവേശനമില്ലാത്ത എത്രയോ ക്ഷേത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. ദളിതരുടെ ശവം സംസ്കരിക്കാൻ ഇടം കൊടുക്കാത്ത ശ്മശാനങ്ങൾ ഇപ്പോഴും മഹാരാഷ്ട്രയിലുണ്ട്. ഇങ്ങനെ ബ്രാഹ്മണ്യം കൊടികുത്തി വാഴുന്ന ഒരു സമൂഹമായി ഇന്ത്യൻ സമൂഹം ഭരണഘടന നിലവിൽ വന്ന് തുടരുകയാണ്. അയിത്തം നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടും അയിത്തം പല രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് എന്നുള്ളതാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നതിന്റെ ആധാരം. പതിതരുമായി സഹവസിക്കുന്നത് തന്നെ പാപമാണെന്നാണ് പറയുന്നത് വസിഷ്ഠധർമ്മ സൂത്രത്തിൽ. പതിത സംപ്രയോഗേജ ബ്രാഹ്മണേവ യൗനേനവ യാസ്തേഭ്യഃ സകാശാൻ മാത്ര ഉപലബ്ധാസ്താസാം പരിത്യാഗഃ തൈശ്ച ന സംവസേത് ഉദീജീം ദിശാം ഗത്വാ അനശ്നൻ സംഹിതാദ്യേന മദീയാനഃ പൂതോ ഭവതീതി വിജ്ഞായതേ എന്ന് പറയും. അതായത് ഒരു പതിതനുമായി സംപ്രയോഗത്തിൽ ഏർപ്പെട്ടാൽ, പതിതനുമായി യോഗം ചെയ്താൽ, അയാളുമായി അടുത്തിരുന്നാൽ, വ്യവഹാരമാലയിൽ പറയുന്നത് ഒരു പതിതനുമായി ഒരു ബ്രാഹ്മണൻ കസേര പങ്കിട്ടാൽ പതിതന്റെ പൃഷ്ഠം പകുതി ഛേദിച്ചു കളയണമെന്ന് വ്യവഹാരമാലയിൽ പറയുന്നുണ്ട്. ഈ വ്യവഹാരമാല കേരളത്തിന്റെ ഭരണഘടനയാക്കാനാണ് തിരുവിതാംകൂറിലെ ഒരു മഹാറാണി തീരുമാനിച്ചിരുന്നത്. ഉള്ളൂർ അക്കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ പിൻതലമുറക്കാരെയാണ് കേരളത്തില് ജീപ്പിലേറ്റി പുരോഗമനകാരികൾ കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുകയും പത്മശ്രീ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ പത്മശ്രീ കിട്ടാനുള്ള യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ ആർത്തവം അശുദ്ധിയാണെന്ന് പറയുക, നിയമസഭയിൽ വഴക്കുണ്ടാകുന്നത് വാസ്തു നോക്കാത്തോണ്ടാണെന്ന് പറയുക. ഇങ്ങനെ നമ്മൾ അയിത്തത്തെയും അശുദ്ധിയെയും ന്യായീകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്മശ്രീ ഉറപ്പാ. പത്മവിഭൂഷണെങ്കിലും കുറഞ്ഞത് കിട്ടിയിരിക്കും. പത്മവിഭൂഷൺ ഉറപ്പാണ്. സംശയം ഉണ്ടെങ്കിൽ നാളെ മുതൽ ചെയ്തു നോക്കൂ. തേടി വരും നിങ്ങളുടെ വീട്ടിൽ. അഡ്വക്കേറ്റ് ആശ സൂചിപ്പിച്ചു, ഇപ്പോൾ ഇന്റലിജൻസും ഒക്കെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ നാളെ നേരിട്ട് പത്മവിഭൂഷൺ തേടി നിങ്ങളെ വരും. ആ രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. അശുദ്ധിയെ ന്യായീകരിച്ചാൽ പത്മശ്രീ കൊടുക്കുന്ന രാജ്യമായി നമ്മൾ മാറിയിരിക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എങ്ങനെ ഒരു ആചാരവും നിയമവുമായി മാറി എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ സംഭാഷണം തുടങ്ങുമ്പോൾ സൂചിപ്പിച്ചു, കേരളത്തിൽ വളരെ ശക്തമായിട്ട് ഇത് നിലനിൽക്കുകയാണ്. ഇത് നിലനിൽക്കുന്നതിൻ്റെ ഒരു അനുഷ്ഠാന ആധാരം എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണർ രചിച്ച തന്ത്രഗ്രന്ഥങ്ങളിലൂടെയാണ് ഈ അശുദ്ധിയെ സ്ഥാപനവൽക്കരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രഗ്രന്ഥമുണ്ട്, ആഗമഗ്രന്ഥമാണ്. ബിഫോർ കോമണറ 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നിശ്വാസ തത്വ സംഹിത. അതിൽ പറയും, നിർമാല്യ ഭക്ഷണേവാവി ബലിദാനേ പശോരവി ആദത്തെ ചാർത്ത വിസ്പൃഷ്ടം ശാസ്ത്രനിന്ദാം കരോതിജ. ഒരാർത്തവമുള്ള സ്ത്രീ പൂജാദ്രവ്യങ്ങൾ സ്പർശിക്കുന്നത് തന്നെ അശുദ്ധിയാണെന്ന്. രൗരവാഗമത്തിൽ പറയും, അസ്പൃശ്യർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അശുദ്ധിയാണ്, ചണ്ടാളർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന അശുദ്ധിയാണ് എന്ന് പറയുന്ന ഒരു പ്രാചീനമായ രൗരവാഗമം. അജിതാഗമം എന്ന് പറയുന്ന മറ്റൊരു ആഗമത്തിൽ പറയും, ആർത്തവകാലത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, ബിംബത്തിൽ സ്പർശിക്കുക, പ്രേതകർ, സൂതിക എന്നിവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, ഇതൊക്കെ അശുദ്ധിയാണെന്ന്. ആരാണ് പ്രേതകർ? പ്രേതകർ എന്ന് പറയുന്നത് ഈ ശവം സംസ്കരിക്കുകയും ശ്മശാനത്തിന് കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആൾക്കാരാണ് പ്രേതകർ. ഇവരിപ്പോഴും ഇന്ത്യൻ സമൂഹത്തിലുണ്ട്. ഡോക്ടർ ജെ പ്രഭാഷ്, അദ്ദേഹത്തിന്റെ കാശിയിലെ, പ്രത്യേകിച്ച് വാരണാസിയിലെ കാശി ക്ഷേത്രത്തിന് സമീപമുള്ള ശവം സംസ്കരിപ്പിക്കുന്ന
ഒരു സമുദായത്തെ പറ്റി അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ജെ പ്രഭാഷ് പറയുന്ന ഒരു കാര്യം, ഇപ്പോഴും ഈ ശവം സംസ്കരിക്കുന്ന വാരണാസിയിലെ വിഭാഗക്കാർക്ക് മറ്റു ജാതികളുമായി വിവാഹം കഴിക്കാനോ ആചാര വ്യവഹാരങ്ങളിൽ പങ്കുകൊള്ളാനോ സാധിക്കാത്ത ഒരു അടഞ്ഞ സമൂഹമായി അവര് ഇന്ത്യയിൽ തുടരുകയാണെന്ന് ഡോക്ടർ ജയപ്രഭാഷ് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞുപോയൊരു നൂറ്റാണ്ടിനെ പറ്റിയല്ല സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെ പറ്റിയാണ്. ദീപ്താഗമം എന്ന് പറയുന്ന വളരെ പ്രാചീനമായ ഒരു ആഗമത്തിൽ പറയുന്നത്, സൂതകർ, പ്രേതകർ, ചണ്ടാളർ, പക്ഷിമൃഗാദികൾ എന്നിവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന അശുദ്ധി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കിളിയോടും പട്ടിയോടും ഒപ്പമാണ് ഒരു മനുഷ്യനെ താരതമ്യം ചെയ്യുന്നത്. ഒരു മനുഷ്യനെ താരതമ്യം ചെയ്യുന്നത് ഏതിനോടാണ്? പട്ടിയോടും പൂച്ചയോടും ഒപ്പമാണ്. എന്നിട്ട് പറയാം ആർഷഭാരതോ ധർമ്മം എന്ന് പറഞ്ഞാൽ വലിയ ആനയാണ്, ചേനയാണ്, ഹിമാലയമാണ്, എവറസ്റ്റ് കൊടുമുടിയാണ് എന്നൊക്കെയാണ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സംസ്കൃതത്തിൽ, ഞാനൊരു സംസ്കൃത അധ്യാപകനാണ്, സംസ്കൃത ഗവേഷകനാണ്, നിരന്തരം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മനുഷ്യത്വം എന്നൊരു വാക്ക് സംസ്കൃതത്തിൽ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. മനുഷ്യത്വം എന്ന് പറയുന്നൊരു വാക്ക് കാണത്തില്ല. നിങ്ങൾ കാണും. 19-ാം നൂറ്റാണ്ടിൽ, പ്രത്യേകിച്ച് 1888 അരുവപ്പുറത്ത് ഒരു മഹാപ്രതിഷ്ഠ നടത്തിയ ഒരു മഹാമനുഷ്യന്റെ കൃതിയിൽ നമുക്ക് ആ വാക്യം കാണാം. മനുഷ്യാണ മനുഷ്യത്വം ജാതൃഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി ഗോപിന. യഥാ ഗോത്വം യഥാ ഗവാം ഗോത്വം തഥാ മനുഷ്യാണ മനുഷ്യത്വം ജാതിഹി. എപ്രകാരമാണോ പശുവിന് പശുത്വം, അതുപോലെയാണ് മനുഷ്യർക്ക് മനുഷ്യത്വം. പക്ഷെ ഇത് ആരറിയുന്നില്ല? ന ബ്രാഹ്മണാദിഹി അസ്യ തത്വം ന വേത്തി. ഈ തത്വം ആരറിയുന്നില്ല? ബ്രാഹ്മണാദികൾ അറിയുന്നില്ല. ബ്രാഹ്മണർക്കൊഴികെ മുഴുവൻ മനുഷ്യർക്കും അറിയാം മനുഷ്യരെല്ലാവരും തുല്യരാണെന്ന്. പക്ഷെ ആർക്ക് മാത്രം അറിയത്തില്ല? ബ്രാഹ്മണർക്ക് മാത്രം ഇത് അറിയത്തില്ല. അവർക്കറിയാമെങ്കിൽ ഈ പുസ്തകം ഇങ്ങനെ എഴുതി കൂട്ടുവോ? 10,000-കണക്കിന് ഗ്രന്ഥങ്ങളുണ്ട് സംസ്കൃതത്തിൽ എഴുതി കൂട്ടിയിരിക്കുന്ന. മുഴുവൻ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കാനും ഐത്തത്തെ ന്യായീകരിക്കാനും ഉള്ള കോതണ്ട ബാണങ്ങളാണ് ഈ പുസ്തകങ്ങളെല്ലാം. അതുകൊണ്ട് അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ എഴുതി, ഏതൊരു യുക്തിയത്തെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്ന് എഴുതി അംബേദ്കർ. എന്തുകൊണ്ടാണ് അത് എഴുതിയത്? ഇത് തകർത്തില്ലെങ്കിൽ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്നതുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അർത്ഥമാക്കിയത് അനിഹിലേഷൻ ഓഫ് ബ്രാഹ്മണ്യം എന്നുള്ളതാണ്. ജാതികളല്ല, സമുദായങ്ങളാണ്. സമുദായങ്ങളെ ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? ജാതികളാക്കി മാറ്റി. എന്നിട്ട് ശ്രേണീകരിച്ചു, തരംതിരിച്ചു. അതുകൊണ്ടാണ് സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ എഴുതി ഇതെല്ലാം സമുദായങ്ങളാണ് എന്ന്. നാരായണഗുരു പിന്നീട് പറയുന്നുണ്ട്, നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. ഇതായിരുന്നു ഗുരുവിന്റെ സമുദായം എന്ന് പറയുന്ന സങ്കല്പം. നമ്മുടെ സമുദായം എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർക്കുന്നതാകുന്നു. ഇങ്ങനെ ഒരു വാക്ക് സംസ്കൃതത്തിൽ നിങ്ങൾ ഇനി ഒരു 365 ദിവസം ഇരുന്ന് പരതിയാലും ഒറ്റ വാക്ക് പോലും കേൾക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, വസുദൈവ കുടുംബകം നല്ല വാക്കല്ലേ എന്ന് ചോദിക്കും. ഈ വസുദൈവ കുടുംബകം എപ്പോഴാണ് പറയുന്നത്? വിഷ്ണു ശർമ്മ എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ പഞ്ചതന്ത്രം കഥകൾക്കകത്താണ് വസുദൈവ കുടുംബകം. ആ കോണ്ടസ്റ്റ് മാത്രമെന്ന് ഞാൻ പറയാം. ഒരു കുറുക്കൻ ചെന്ന് ആടുകളോട് പറയുകയാണ്, വസുദൈവ കുടുംബകം, നമ്മളെല്ലാം ഒന്നല്ലേ? എന്തിനാണ് ഒരു കുറുക്കൻ ചെന്ന് ആടിനോട് പറയുന്നത് നമ്മളെല്ലാം ഒന്നാണെന്ന്? വ്യക്തമാണല്ലോ, ആടിനെ ചോര ഊറ്റി കുടിക്കാനാണ്. ഇതാണ് വസുദൈവ കുടുംബകം. പക്ഷെ ആ കോണ്ടസ്റ്റിൽ നിന്നും ആ വാക്യം അടർത്തി മാറ്റിയിട്ട് വ്യാഖ്യാനിച്ചു കഴിയുമ്പോൾ എന്തോ മഹത്തായ വിപ്ലവമാണെന്ന് തോന്നുന്നു. ഒരു വിപ്ലവം ഇല്ല. കുറുക്കന് ആടിന്റെ രക്തമൂറ്റി കുടിക്കാനുള്ള സൂത്രപ്പണി മാത്രമാണ് വസുദൈവ കുടുംബകം എന്ന് പഞ്ചതന്ത്രം കഥ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇമാതിരി കഥകളാണ് ഇതിലെല്ലാം ഉള്ളത്. ഇത് ഒരു നിശ്വാസതത്വ സംഹിതയുടെയോ രൗരവാഗമത്തിന്റെയോ അജിതാഗമത്തിന്റെയോ കാര്യം മാത്രമല്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. 11-ാം നൂറ്റാണ്ടിൽ 10-11 നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ രചിക്കപ്പെട്ടൊരു ഗ്രന്ഥമുണ്ട്, പ്രായശ്ചിത്ത സമുച്ചയം. ത്രിലോചന ശിവാചാര്യർ രചിച്ച പ്രായശ്ചിത്ത സമുച്ചയം. അതിൽ പറയുന്നത്, നാട്യം ചെയ്യുന്നവർ, നടനവൃത്തിയിൽ ഏർപ്പെടുന്നവർ, മുക്കുവർ എന്നിവർ ശിവലിംഗത്തെ സ്പർശിക്കുന്നത് പാപമാണ്, അശുദ്ധിയാണ് എന്നാണ് 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട
ത്രിലോചന ശിവാചാര്യരുടെ പ്രായശ്ചിത്ത സമുച്ചയം എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്. സ്പൃഷ്ടേ ദശസഹസ്രാണി നാടകൈർ വർത്തകാദിവിഹി. ശിവലിംഗത്തെ തൊടാൻ പാടില്ല. എന്തുകൊണ്ടാണ് ശിവലിംഗത്തെ തൊടാൻ പാടില്ലെന്ന ബ്രാഹ്മണ്യം പറയുന്നത്? കാരണം അതിനു മുമ്പ് ശിവനെ പൂജിച്ചിരുന്ന ആരാണ്? ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു ഈ ശിവനും കാളിയും കൂളിയും ഒക്കെ. ബ്രാഹ്മണ്യത്തിന് സ്വന്തമായിട്ട് ഒരു ചുക്കുഞ്ഞുണ്ണാമ്പുമില്ല, ഒന്നുമില്ല. അടിച്ചു മാറ്റിയതിൻ്റെയും മോഷണം നടത്തിയതിൻ്റെയും അപഹരിച്ചതിൻ്റെയും ചരിത്രം മാത്രമേ ബ്രാഹ്മണ്യത്തിനുള്ളൂ. സ്വന്തമായിട്ടൊന്നുമില്ല, ഒന്നുമില്ല. അവരെഴുതി കൂട്ടിയ തന്ത്രഗ്രന്ഥങ്ങളിലെ മുഴുവൻ ദൈവങ്ങളും ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ദൈവങ്ങളാണ്. ഇപ്പോ പൂജിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ദൈവങ്ങളും ഇന്ത്യയിലെ തദ്ദേശീയരുടെയും ചാതുർവർണ്ണയ ബാഹ്യരായ ആത്മാഭിമാനമുള്ള സ്വതന്ത്ര സമുദായങ്ങളായ അവർണരുടെ ദൈവങ്ങളെ അപഹരിച്ചാണ് ബ്രാഹ്മണ്യം സ്വന്തമാക്കിയത്. രണ്ടുദാഹരണം മാത്രം പറയാം. വിന്ധ്യാപർവ്വതവാസികളായ ഗോത്രനിവാസികൾ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവമാണ് ദുർഗ. ഒരു അമ്മ ദൈവമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഈ ദുർഗ എന്ന് പറയുന്നത്. ഈ ദുർഗയെ ബ്രാഹ്മണ്യം ആരാക്കി മാറ്റി? വിഷ്ണുവിന്റെ സഹോദരിയാക്കി മാറ്റി. ഒരു പൂണൂൽ ഇടിച്ചതോടുകൂടി അത് ബ്രാഹ്മണ്യത്തിന്റെ ദൈവമായി മാറി. സ്കന്ദപുരാണത്തിൽ തിരുപ്പതി മാഹാത്മ്യം എന്ന് പറയുന്ന ഒരു അധ്യായം വിശദീകരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് തിരുപ്പതിയില് ചാമ കൃഷി ചെയ്തിരുന്ന ഗോത്രനിവാസികൾ പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവമായിരുന്നു ഈ തിരുപ്പതിയിലെ വരാഹം, ഒരു പന്നി. ഒരു സുപ്രഭാതത്തിൽ ഒരു ബ്രാഹ്മണൻ കടന്നു വരുന്നു. അദ്ദേഹം രാത്രിയിൽ സ്വപ്നം കാണുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ, രാത്രി സ്വപ്നം കണ്ട എല്ലാത്തിനും തെളിവായി. പിറ്റേ ദിവസം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്വപ്നത്തിന് അനുസൃതമായി റിപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ ആർക്കിയോളജിക്കൽ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ, ഞാൻ ശിവൻ വന്ന സ്വപ്നത്തിൽ പറഞ്ഞു അവിടെ ഈ ബാബറി മസ്ജിദിന്റെ അടിയിൽ രാമന്റെ ക്ഷേത്രമായിരുന്നു. ഇങ്ങനെ എല്ലാ സ്വപ്നത്തിലൂടെ കാണുക. വിചിത്രമെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്വപ്നം കണ്ടവർക്ക് പത്മവിഭൂഷൺ. അത് സംശയം. നിങ്ങള് പത്മവിഭൂഷൺ കിട്ടിയവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ മതി. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. അങ്ങനെ തിരുപ്പതിയിൽ വന്ന ബ്രാഹ്മണൻ രാത്രിയിൽ സ്വപ്നം കണ്ടു, ഇവിടെ ഒരു വിഷ്ണുവിന്റെ അമ്പലം പണിയണം. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആ ചാമ കൃഷി ചെയ്തിരുന്ന ആദിവാസികൾ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. തിരുപ്പതി ഭഗവാനായി മാറി, ക്ഷേത്രം ബ്രാഹ്മണരുടെ കയ്യിലുമായി. ഇതാ അവസ്ഥ. ഇങ്ങനെ ഇന്ത്യയിലെ ഈ സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ടല്ലോ, എൻ്റെ കൃഷ്ണനെ നിങ്ങൾ അപഹരിച്ചു. ഞാൻ ആ കവിതയൊന്നും തൽക്കാലം ചൊല്ലുന്നില്ല. ഇങ്ങനെ മുഴുവൻ ഒരു മോഷണത്തിന്റെ ചരിത്രം, സുദീർഘമായ മോഷണത്തിന്റെ ചരിത്രം, സുദീർഘമായ തസ്കരത്വത്തിന്റെ ചരിത്രമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് പറയാനുള്ളത്. ചരിത്ര പണ്ഡിതനായ RS ശർമ്മ പറയും, ഇന്ത്യയിലേക്ക് കടന്നു വന്ന ആര്യബ്രാഹ്മണർ തദ്ദേശീയ ജനവിഭാഗങ്ങളായ ഗോത്ര സമുദായക്കാരുമായി കലർന്നതിന് ശേഷമാണ് ഇന്ത്യൻ ബ്രാഹ്മണർ തന്ത്രഗ്രന്ഥങ്ങൾ രചിക്കാൻ തുടങ്ങിയത് എന്ന് ചരിത്ര പണ്ഡിതനായ RS ശർമ്മ പ്രാചീന ഇന്ത്യയെ സംബന്ധിച്ച ഗ്രന്ഥത്തിൽ നിരീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെ സാധൂകരിക്കുന്നവയാണ് തന്ത്രഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന തെളിവ് രൂപങ്ങൾ. ഇത് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ പ്രായശ്ചിത്ത സമുച്ചയത്തിൽ തന്നെ പറയും, പതിതന്മാർ, കൊല്ലന്മാർ, കരകൗശല വിദഗ്ധർ, ശില്പികൾ, ഗോത്രവർഗക്കാർ, ആർത്തവമുള്ള സ്ത്രീകൾ, ചണ്ടാളർ, രചകർ എന്നിവർ ശിവലിംഗത്തെ സ്പർശിക്കുന്നത് അശുദ്ധി. ഋതുസ്ത്രീ പതിതാശൗചികർമാരൈ സ്പർശിതേ സതി ശില്പിഭിർബാണചണ്ടാലരജകാദ്യൈരതാവിവ സ്പൃഷ്ടേ ലിംഗേതവാപീഡേ വ്യക്തേ വാപ്യുഭയാത്മകേ മഹാസ്നാനം പ്രകർത്തവ്യം തഥാ ഘോരായുധം ജപേത് എന്ന് പറയും. ഋതുവായിരിക്കുന്ന സ്ത്രീയെ പതിതന്മാർ, ആശൗചമുള്ളവർ, ശില്പികൾ, ചണ്ടാളർ, രചകർ, ഇങ്ങനെ അധ്വാനിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾ ശിവലിംഗത്തെ തൊട്ടാൽ പ്രശ്നമായി. പിന്നെ ആര് തൊട്ടാലാ പ്രശ്നം അല്ലാത്തത്? അത് അധ്വാനിക്കാതെ ദേവദാസികളുടെ നൃത്തവും കണ്ടുകൊണ്ടിരുന്ന് 3 നേരവും പൃഷ്ടാന്തം പഴിച്ച് മുഴുവൻ ജനങ്ങളെ അടിച്ചമർത്തുന്ന ബ്രാഹ്മണർ തൊട്ട് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പാടി, നിങ്ങൾക്കറിയാം, ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധു എന്ന് പാടി. കർണാടകയില് ആ പാട്ട് പഠിപ്പിച്ച ടീച്ചറെ പറഞ്ഞു വിട്ടു സ്കൂളിൽ നിന്ന്. നോക്ക്, നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ നോക്കൂ. ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ എന്ന ടാഗോറിന്റെ വരികൾ പഠിപ്പിച്ച അധ്യാപികയെ പിരിച്ചുവിടുന്ന ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്താണ്. ഇതാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്.
ഞാൻ കഴിഞ്ഞ ദിവസം ഈ സാഹിത്യ അക്കാദമിയിൽ തന്നെ പ്രഭാഷണം ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ഈ വേദിയിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ട ഒരു സമൂഹമാണ് നമ്മുടേത്. ബ്രാഹ്മണ്യത്തിൽ ഉപ്പിലിട്ട ഒരു സമൂഹം. നമുക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണുന്നിടത്തെല്ലാം ഈ ബ്രാഹ്മണ്യം നമ്മുടെ മുമ്പിൽ വിഘാതമായിട്ട് വന്ന് നിൽക്കുകയാണ്. ശബജന്മാർ ശിവലിംഗം ആരാധിക്കുന്നത് പാപമാണെന്ന് ഈ ഗ്രന്ഥം പറയും. വെങ്കിതം ദഗ്ധവിച്ഛായാം സേവിതം ശബജാദിവിഹി പരിത്യജേ തദാലിംഗം യത്വാഘോരം ദശായുധം. ഒരു ശബജൻ ശിവലിംഗത്തെ ആരാധിച്ചാൽ രാജാവ് എന്ത് ചെയ്യണം? ആ ശിവലിംഗത്തെ അപ്പൊ തന്നെ പൊക്കിയെടുത്ത് ആറ്റിക്കളയണം. പിന്നെ ആ ശിവലിംഗം പൂജിച്ചുകൂടാ. അത്രമാത്രം വർണ്ണവെറി, ജാതിവെറി പുലർത്തുന്ന ഒരു പൗരോഹിത്യ വ്യവസ്ഥ. കഴിഞ്ഞില്ല, പശുവിന്റെയും ബ്രാഹ്മണന്റെയും നിഴൽ മറികടക്കുന്നത് തന്നെ പാപമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ലിംഗച്ഛായാം ഗുരോച്ഛായാം ലിംഗിനാം യതിലങ്കയേത് ശതത്രയം ജപേത് ഘോരം തഥാ ഗോബ്രാഹ്മണേ ശതം. ഒരു ബ്രാഹ്മണനെയോ പശുവിന്റെയോ നിഴലിനെ പോലും മറികടക്കാൻ പാടില്ല. അത്രമാത്രം പുണ്യ തരമായ ശരീരമാണ് പശുവിന്റെയും ബ്രാഹ്മണന്റേതും എന്ന് പറഞ്ഞു വെക്കുന്നു. ക്ഷത്രിയന്മാർ മുതൽ താഴോട്ടുള്ള മുഴുവൻ വർണ്ണക്കാർക്കും ദേവപ്രതിഷ്ഠയോ ദീക്ഷയോ നൽകാൻ പാടില്ല എന്നും പ്രായശ്ചിത സമുച്ചയം നിർദ്ദേശം നൽകുന്നു. അയോഗ്യാനുഗ്രഹേ കുര്യാത് ആത്മദീക്ഷാം ഗുരുസ്വയം ദേവപ്രതിഷ്ഠാം ദീക്ഷാം വാ നിർബന്ധാത് ക്ഷത്രിയാദിഷു എന്ന് പറയും. ഞാൻ ഈ ശ്ലോകമൊക്കെ ഇവിടെ ചൊല്ലാൻ കാരണം ഈ 14-ാം നൂറ്റാണ്ടിൽ കാളിദാസന്റെ രഘുവംശത്തിനും കുമാരസംഭവത്തിനും വ്യാഖ്യാനം എഴുതിയ മല്ലിനാഥൻ പറയും, നാ മൂലം ലിഖ്യതേ കിഞ്ചിത് ന അനപേക്ഷിതമുച്യതേ. തെളിവില്ലാതെ ഞാൻ ഒരു വരി പോലും ഇവിടെ പറയില്ല. കാര്യകാരണ യുക്തിയില്ലാത്ത ഒരു വാചകം പോലും ഞാൻ ഉദ്ധരിക്കില്ല എന്ന് കാളിദാസന്റെ കൃതികൾക്ക് വ്യാഖ്യാനം രചിച്ച മല്ലിനാഥൻ 14-ാം നൂറ്റാണ്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടാണ് ഈ തെളിവുകൾ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കുന്നത്. കാരണം കേവലം എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയി എന്ന് വരാൻ പാടില്ലല്ലോ. പന്തി ഭോജനം തന്നെ പാപമാണെന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഇന്ത്യയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് പ്രായശ്ചിത്ത സമുച്ചയം. ഒരേ പന്തിയിലിരുന്ന് വ്യത്യസ്ത വർണ്ണത്തിൽപ്പെട്ടവർ, വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർ ഇടകലർന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ആര് പറയുന്നു? ത്രിലോചന ശിവാചാര്യർ പറയുന്നു. ഏകപംക്തി സദാ വർജ്യ ഭോജനേ ഭിന്നജാതിഭിഃ പുഞ്ചാനു അജ്ഞാനതോ വിപ്രക്ഷത് ശൂദ്രജാതിഭിഃ ജ്ഞാത്വാ വിരമ്യ മധ്യേ തദാചാന്തോ ബഹുരൂപകം ജപേ ദശാച വിംശച്ച ത്രിംശച്ചൈവ യഥാക്രമം. പല വർണ്ണത്തിൽപ്പെട്ട ആളുകൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ ആ വർണ്ണക്രമത്തെ ലംഘിച്ചുകൊണ്ട് നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, എന്റെ കൂടെ ഇതാ ഇരുന്ന ഒരു ഐത്തജാതിക്കാരൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് തോന്നിയാൽ ഒരു ബ്രാഹ്മണൻ അപ്പോഴേ തന്നെ അവിടെ നിന്ന് എഴുന്നേക്കണം, എന്നിട്ട് വേഗം പോയി കൈ കഴുകണമെന്ന് ആര് പറയുന്നു? പ്രായശ്ചിത്ത സമുച്ചയം പറയുന്നു. ചണ്ടാളരെയും പതിതജാതിക്കാരെയും കാണുന്നത് തന്നെ പാപമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ഇപ്രകാരം ഗണികകൾ, പതിതർ, ബൗദ്ധർ, ശൂദ്രർ എന്നിവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് തന്നെ പാപമാണെന്ന ഒരു വ്യവസ്ഥാക്രമം ഈ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി കേരളത്തിലേക്ക് വന്നാൽ ഒരു 3 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ കേരളത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതില് പ്രയോഗമഞ്ജരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പ്രയോഗമഞ്ജരി പുതുവർഷം 10-11 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് പ്രയോഗമഞ്ജരി. അതിൽ പറയുന്നത് 21-ാം അധ്യായം 34-ാമത്തെ ശ്ലോകം, ചണ്ടാളോന്മത്തകാദ്യൈ ശുഭിരതമജനേർദൂഷിതേ സ്പർശനാദ്യൈ വിദ്യേ പാഷണ്ഡി മന്ത്രൈശ്ചലന വിനിഹിതേ തത്ര ശാന്തിം വിദദ്യാത്. ഒരു ചണ്ടാളൻ, ഒരു അധമൻ, ഇവരൊക്കെ ക്ഷേത്രത്തിൽ സ്പർശിച്ചാൽ, ക്ഷേത്രത്തിൽ കടന്നാൽ ക്ഷേത്രം ദൂഷിതമാകും. ഇനി മന്ത്രങ്ങൾ ജപിച്ചാലോ പിന്നെ പറയുകയും വേണ്ട. ഇങ്ങനെ അശുദ്ധിയാണ് എന്നാണ് പ്രയോഗമഞ്ജരി പറഞ്ഞു വെക്കുന്നത്. ശൈവാഗമ നിബന്ധനം എന്ന് പറയുന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നത് ഐത്തജാതികൾ, ചണ്ടാളർ, സൂതകർ, വ്രാത്യർ, പാഷണ്ഡികൾ എന്നിവർ പ്രവേശിക്കുന്നത് അശുദ്ധിയാണെന്നാണ്. അശുദ്ധരായ ജനങ്ങൾ ശിവനെ പൂജിക്കുന്നതും അശുദ്ധിയാണ് എന്ന് കേരളത്തിൽ രചിക്കപ്പെട്ട ശൈവാഗമ നിബന്ധനം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇമാതിരി വർണ്ണവറി എഴുതി ഉണ്ടാക്കിയ ആളുകളെ വിളിക്കുന്ന പേരാണ് പരമസാത്വികൻ, ശുദ്ധ വെജിറ്റേറിയൻ. സാമ്പാറും പച്ചടിയും അല്ലാതെ അദ്ദേഹം മറ്റൊന്നും കഴിക്കില്ല.
പക്ഷേ തൂലികയുടെ തുമ്പത്തുനിന്ന് വരുന്നത് മുഴുവൻ മഹാമനുഷ്യത്വ വിരുദ്ധത. ഒരു സാത്വികനായ ആളെ സങ്കല്പിക്കാൻ പറഞ്ഞാൽ കേരളീയരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ആരായിരിക്കും? ഞാൻ പറയുന്നില്ല, നരസിംഹ മന്നാടിയാരോ ഏതെങ്കിലും നമ്പൂതിരിയോ മാത്രമായിരിക്കും കേരളീയരുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. ഒരു സാത്വികനായ ആളെ, ഒരു നന്മയുള്ള ആളെ സങ്കല്പിക്കൂ എന്ന് പറഞ്ഞാൽ കേരളീയർ മുഴുവൻ സങ്കല്പിക്കുക ഒരു പൂണൂലിട്ട നമ്പൂതിരിയെ മാത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. ആ സവർണ ദുഃഖത്തിൽ നിന്നാണ് ഈ സവർണ സംവരണം തന്നെ ഉണ്ടായിരിക്കുന്നത്. സവർണ ദുഃഖത്തിൽ നിന്നും സവർണ സംവരണം ഉണ്ടാകുകയാണ്. കുചേലന്റെ ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഒരു പ്രധാനപ്പെട്ട വേഷം കെട്ടിയാടലുണ്ട്. ഈ കുചേലൻ നേരത്തെ ഒന്നുമില്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ അത് കൂടുതൽ ശക്തമത്തായി. കുചേലവൃത്തം ഭാഗം വായിക്കുമ്പോൾ കുചേലനെ വേദിയിലേക്ക് കൊണ്ടുവരും. അഴിമകളൊരുമിച്ചൊരു കട്ടിലിന്മേലന്നേരം 7ാം മാളിക മുകളിൽ ഇരുന്നരുളും 7 ലഘുവാഴിയായ തമ്പൂരാനത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. കണ്ടാലെത്ര കഷ്ടമെത്രയും മുഷിഞ്ഞ ജീർണവസ്ത്രം കൊണ്ടു തറ്റുടുത്തിട്ടുത്തരിയവുമിട്ടു. പാടുന്നത് രാമപുരത്ത് വാര്യരാണ് പാടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഷിഞ്ഞ വസ്ത്രം കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എല്ലാ വേദികളിലും ചോദിച്ചൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് 10 വാഴ വെച്ചുകൂടായിരുന്ന ഒരു ചോദ്യം കേരളീയർ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. കുചേല ബ്രാഹ്മണൻ എന്തുകൊണ്ട് 10 വാഴ വെച്ചില്ല? സുഖമായിട്ട് കഴിയാമായിരുന്നല്ലോ ഏത്തക്കൊല വെട്ടി. അദ്ദേഹം എന്നോടൊരു തെങ്ങ് വെച്ചില്ല. അദ്ദേഹത്തിന് വെണ്ടയ്ക്കെങ്കിലും കൃഷി ചെയ്യാമായിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരു ചാമ്പമരമെങ്കിലും നട്ടുകൂടായിരുന്നു. ഈ ചോദ്യം കേരളീയർ ഒരിക്കലും ചോദിച്ചിട്ടില്ല. ചോദിക്കാത്തതിന് കാരണം എന്താണ്? അത് ആര്യൻ സിനിമയിൽ നമ്മൾ കണ്ടതുപോലെ ആ വാഴക്കുല വെട്ടിക്കൊണ്ട് പോകുമ്പോൾ കേരളീയർ അനുഭവിച്ച ആ മനോവ്യഥയുണ്ടല്ലോ, നെഞ്ചു തകർന്നു പോകുന്ന മനോവ്യഥ ആ സിനിമയിൽ നമ്മൾ കാണും. ആവശ്യത്തിന് ഭൂമിയൊക്കെ ഉണ്ട്, കൃഷി ചെയ്യില്ലേ. ബ്രാഹ്മണൻ എന്ത് ചെയ്യാൻ പാടില്ല? ശരീരം അനങ്ങാൻ പാടില്ല. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം, ഈ കഴിഞ്ഞ പാർലമെന്റ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം സമർപ്പിച്ച കണക്കനുസരിച്ച് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികകളിൽ കേവലം 121 പേര് മാത്രമേ SC/ST വിഭാഗത്തിൽ നിന്നുള്ളൂ. ബാക്കി മുഴുവൻ ഈ ഇന്ത്യൻ ബ്രാഹ്മണർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ക്യാബിനറ്റ് സെക്രട്ടറിമാരുടെ തസ്തിക അങ്ങോട്ട് എടുക്കുക. പ്രബല സമുദായങ്ങളായ OBC-കളുടെ ശതമാനക്കണക്കറിയണം, 3% താഴെയാ. നിയമപണ്ഡിതരും നിയമം അറിയാവുന്നവരുമായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ ഉന്നത കോടതികളിലെ ജഡ്ജിമാരുടെ ജാതി തിരിച്ചുള്ള കണക്കൊന്നും പരിശോധിക്കണം, മനസ്സിലാകും എന്തുകൊണ്ടാണ് ബാബരി മസ്ജിദിനെ സംബന്ധിച്ച വിധി ഇങ്ങനെ ആയിപ്പോയെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഒരു 3 മുസ്ലിം സ്ത്രീകളും ഒരു 2 SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിരുന്നു ആ ജഡ്ജിങ് പാനലിലെങ്കിൽ ഇമാതിരി വിധി അവിടെ വരില്ല ഒരു കാരണവശാലും. അതാണ് പ്രാതിനിധ്യ ജനായത്വം എന്ന് പറയുന്ന ആശയത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ആശയം ഇല്ലാത്തത് കൊണ്ടാണ് എപ്പോഴും ഇന്ത്യ മഹാരാജ് ഒരു പോറ്റിയുടെ കോടതിയായിട്ട് നിൽക്കുന്നത്. ഇന്ത്യ മഹാരാജ് ഒരു പോറ്റിയുടെ കോടതിയാണ്. അവിടെ മറ്റുള്ളവർക്ക് എങ്ങനെ നീതി കിട്ടാനാ? നിയമം വ്യാഖ്യാനിക്കുകയാണ്. ആർക്ക് വേണ്ടി? ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന് അനുകൂലമായിട്ടുള്ള വ്യാഖ്യാനം ഉണ്ടാവുകയാണ്. അപ്പൊ നിയമം അറിയാവുന്നവർ തന്നെയാണ് നിയമ പണ്ഡിതരും നിയമ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ആകമാനം ഇക്കാര്യത്തിൽ ഒരു അവബോധമുള്ളവരായി മാറണം. പബ്ലിക് ഒപ്പീനിയൻ അതനുസരിച്ച് രൂപീകരിക്കപ്പെടണം. ഇതിനെതിരെ എത്രമാത്രം ഒരു സാമൂഹ്യ വേർതിരിവാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഗുരുവായൂരിലും ശബരിമലയിലും മറ്റൊരു ജാതി ഒരു സമുദായത്തിൽപ്പെട്ട ആൾക്ക് അയ്യപ്പനെ പൂജിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് എന്തിന്റെ തെളിവാണ്? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാ. ആരാണ് തത്വമസിയിൽ പെടുന്നത്? ബ്രാഹ്മണൻ മാത്രമേ ഉള്ളൂ. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞിരുന്ന് 2 ബ്രാഹ്മണർക്ക് പരസ്പരം പറയാവുന്ന കാര്യമാണ് തത്വമസി. ഒരു അബ്രാഹ്മണനോട് ഒരിക്കലും തത്വമസി എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ തത്വമസി ഇന്ത്യയിൽ പ്രാവർത്തികമാകും? ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്, ഒരു കയ്യിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നുണ്ട്. ഇങ്ങനെ അയമാത്മാ ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രാവർത്തികമായി നോക്കിയാൽ വട്ടപൂജ്യമാണ് ഇത്തരം ആശയങ്ങളെന്ന്
അതിൻ്റെ പ്രയോഗ സാധുതകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. ശബരിമല കാലത്ത് പ്രധാനമായും ചർച്ച ചെയ്തൊരു പുസ്തകമാണ് തന്ത്രസമുച്ചയം. അതിൽ പറയുന്നത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുന്ന അശുദ്ധിയാണെന്നാണ്. തന്ത്രസമുച്ചയം 10-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം. ഈ തന്ത്രസമുച്ചയത്തിന് 2 പ്രധാനപ്പെട്ട വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് വിവരണവും 2 വിമർശിനിയും. അതിൽ വിമർശിനിയിൽ പറയും, പതിതാദിവേഷഃ പതിതാഹ സ്വകുലാദ്ഭ്രഷ്ടാഹ തേഷാം ചണ്ഡാലാദീനാം ച ഗോപുരാദന്തപ്രവേശഃ എന്ന്. അതായത് പതിതർ എന്നതുകൊണ്ട് സ്വകുലഭ്രഷ്ടരായവരോ, ആദി ശബ്ദം കൊണ്ട് ചാതുർവർണ്ണ്യ ബാഹ്യരോ, മ്ലേച്ഛർ, പാഷണ്ഡർ, ദാഹകന്മാർ, ചോരന്മാർ, വ്രാത്യന്മാർ തുടങ്ങിയവരെയും ഗ്രഹിക്കണമെന്ന് വിവരണം പറയുന്നു. വിവരണം എന്ന് പറയുന്ന തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു വെക്കുന്നു. തന്ത്രസമുച്ചയത്തിന്റെ വിവരണം എന്ന് പറയുന്ന മറ്റൊരു വ്യാഖ്യാനം പറയുന്നത്, പതിതോ മഹാപാതകാദി ദോഷവശാത് ഭൃഷ്ടാഹ ആദിശബ്ദേന ആശൗചന ചാതുർവർണ്ണ ബാഹ്യ മ്ലേച്ഛപാഷണ്ഡിനോ ദാഹാദയശ്ചോര വ്രാത്യാശ്ച ഗൃഹ്യന്തേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആദി ശബ്ദം കൊണ്ട് ചാതുർവർണ്ണ്യത്തിന് പുറത്തുള്ള മുഴുവൻ മനുഷ്യരും അശുദ്ധിയുള്ള മനുഷ്യരാണെന്നാണ് ഈ തന്ത്രഗ്രന്ഥങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇതിങ്ങനെ ഏതാണ്ട് 1000 ആണ്ടുകളായി തുടർന്ന ഒരു പ്രക്രിയ 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം വരെ തുടരുകയാണ്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ കേരളത്തിൽ രചിക്കപ്പെട്ട കുഴിക്കാട്ട് വച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ അതിലെ 10-ാമത്തെ പടലം ഞാനൊന്ന് വായിക്കാം. പ്രസക്ത ഭാഗം മാത്രം ഒന്ന് വായിക്കാം. മതിൽക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും പറയൻ പുലയൻ മണ്ണാൻ കാടർ വേലൻ പാണൻ കണിയാൻ വാളൻ ചേകോൻ അരയൻ ഇങ്ങനെ തീണ്ടലുള്ള ജാതികൾ കേറിയാൽ അശുദ്ധി ഉണ്ട്. ഈ പുസ്തകം കാലഹരണപ്പെട്ട പുസ്തകമല്ല കേട്ടോ. ഇപ്പോഴും പൂജാരിമാര് പൂജ ചെയ്യാൻ പഠിക്കുന്ന പുസ്തകമാണിത്. ഇപ്പോഴും ഇന്ത്യൻ ഭരണഘടന അൺടച്ചബിലിറ്റി നിരോധിച്ചിട്ട് നൂറ്റാണ്ടുകളായിട്ടും അൺടച്ചബിലിറ്റിയെ സാധൂകരിക്കുന്ന പുസ്തകം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. പുറത്തെ ബലിവട്ടത്തിനകത്ത് ആശാരി, കല്ലൻ, കൊല്ലൻ, മൂശാരി ഇവർ കേറിയാലും അശുദ്ധി ഉണ്ട്. വിളക്കുമാടത്തിനകത്ത് വെളുത്തേടരും ക്ഷൗരക്കാരും കേറിയാൽ അശുദ്ധി. നാലമ്പലത്തിനകത്ത് സൂതക ആശൗജാതികളും പതിതന്മാരും തട്ടാന്മാരും ഹീനജാതികളായ ശൂദ്രരും കേറിയാൽ അശുദ്ധിയുണ്ട്. ശൂദ്രന്മാർക്ക് ഒഴിവൊന്നുമില്ല. മലയാളി ശൂദ്രന്മാരെ ഈ ബ്രാഹ്മണ്യം അടിച്ചൊതുക്കിയ ചരിത്രം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ചരിത്രമെല്ലാം മലയാളി ശൂദ്രർ മറന്നു പോവാണ്. എന്നിട്ട് മലയാളി ശൂദ്രർ മലയാള ബ്രാഹ്മണ്യത്തിന്റെ സംരക്ഷകരായി മാറിയിരിക്കുന്നു. ശവാശൗചികൾ മതിൽക്കകത്ത് കയറരുത്. അവർ ബലിവട്ടത്തിനകത്ത് കയറിയാൽ അശുദ്ധിയുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പുസ്തകത്തിനകത്ത് എഴുതിയ കാര്യം മാത്രമാണ്, ഇതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിച്ചിട്ടില്ല, കേരളത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ മധ്യകാലത്ത് രചിക്കപ്പെട്ട മതിലകം ഗ്രന്ഥവരിയിൽ പറയുന്നത്, ആശാരി തൊട്ടതിന് ചിരിവേലി മുടങ്ങിയതിന് പ്രായശ്ചിത്തം. ചിരിവേലി എന്ന് പറഞ്ഞാൽ ശ്രീവേലി, ശ്രീബലി മുടങ്ങിയതിന് പ്രായശ്ചിത്തം. നിങ്ങൾ മതിലകം ഗ്രന്ഥവരിയിലൂടെ കടന്നുപോയാൽ അറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശീവേലി നടക്കുകയാണ്. ശീവേലി നടക്കുന്ന സമയത്ത് ഒരു ആശാരി അറിയാതെ ബലിപീഠത്തിൽ തൊട്ടുപോയി. ദിവസങ്ങളോളമാണ് അതിൻ്റെ അശുദ്ധിക്കുള്ള പരിഹാര കർമ്മങ്ങൾ നടന്നത്. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഒരു വെളുത്തേടം സ്ത്രീ ക്ഷേത്രത്തിനകത്തേക്ക് തൊഴാൻ കയറി. അവരെ പിടിച്ച് പുറത്താക്കിയാറ് എന്നാണ് തിരുവല്ല ഗ്രന്ഥവരിയിൽ എഴുതിയേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? തന്ത്രിയെ അറിയിച്ചു, ഇങ്ങനൊരു സ്ത്രീ അകത്ത് തൊഴാൻ കയറിയിരിക്കുന്നു, ശ്രീവല്ലഭനെ തൊഴാൻ കയറിയിരിക്കുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന കർമ്മങ്ങളാണ് നടത്തിയത്. എന്താ ഒരു പ്രധാനപ്പെട്ട പരിഹാരമുണ്ട്. വിപ്രവാദ പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി. എന്താണ് പരിഹാരം? അശുദ്ധി വന്നാൽ വിപ്രവാദ പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി. ബ്രാഹ്മണന്റെ കാല് കഴുകിയ വെള്ളം കൊണ്ട് അശുദ്ധി വന്ന സ്ഥലം തളിക്കണം. കുഴിക്കാട്ട് പച്ചയിൽ പറയുന്നത്, ബ്രാഹ്മണരെ കാല് കഴുകി ചൂട്ടിയിട്ട് അവര് തിന്ന എച്ചിലെടുത്തിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിൽ സ്പർശിക്കണമെന്ന് കുഴിക്കാട്ട് പച്ചയിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തിരുവല്ല ഗ്രന്ഥവരിയില് ക്ഷേത്രത്തിൽ അശുദ്ധി സംഭവിച്ചതിന് പ്രായശ്ചിത്തമായിട്ട് 36 ബ്രാഹ്മണരെ നിരത്തിയിരിച്ച് അവരുടെ തലയിൽ എണ്ണ തേച്ച് കുളിപ്പിച്ച് കാലും കഴുകി അവരുടെ കാലിലെ വെള്ളം കോരി അശുദ്ധി വന്ന സ്ഥാനത്ത് തളിച്ചതിനെ പറ്റി മധ്യകാലത്ത് രചിക്കപ്പെട്ട തിരുവല്ല
പറമ്പൂരിലും ഗ്രന്ഥവരി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ സമയത്തിന്റെ അഭാവത്തിലാണ് ഗ്രന്ഥവരി മുഴുവൻ ഇവിടെ വായിക്കാത്തത്. ഇമാതിരി വിചിത്രമായ ആചാരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൃപ്പൂണിത്തറ ക്ഷേത്രത്തില് കാലുകഴിച്ചൂട്ട് 50,001 രൂപ. വടക്കുന്നാഥനിലോട്ടും പോകണം. കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് ആ രീതിയിൽ ഒന്ന് സർവേ നടത്താവുന്നതാണ്. കാലുകഴിച്ചൂട്ട് ഇപ്പോഴും നടക്കുന്ന സ്ഥലമാണ്. അതായത് വിശ്വാസപരമായിട്ട് തന്നെ മനുഷ്യർ തുല്യരല്ല എന്ന് ഈ ഗ്രന്ഥങ്ങളെല്ലാം സ്ഥാപിക്കുകയാണ്, നിരന്തരം സ്ഥാപിച്ചുറപ്പിക്കുകയാണ്. സന്ധ്യയ്ക്ക് ചൊല്ലുന്ന നാമങ്ങളിൽ പോലും ഇന്ത്യൻ ബ്രാഹ്മണ്യം കുടിയിരിക്കുകയാണ്. ഞാൻ എല്ലാ വേദികളിലും ചൊല്ലുന്ന ഒരു കീർത്തനമുണ്ട്, അത് കുറച്ച് പ്രചരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഈ വേദിയിലും പറയുന്നു. ഈ രാമരാമ പാഹിമ പണ്ട് എല്ലാ വീടുകളിലും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ എന്നെ രക്ഷിക്കട്ടെ. ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ നിങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഇന്ത്യയിലെ ദളിത പിന്നോക്ക ജനതയെ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വരുന്ന രാമൻ രക്ഷിക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒരു സാധ്യതയും ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. 1934 ഒരു ടെമ്പിൾ എൻട്രി റിപ്പോർട്ട് പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മയുടെ ആഭിമുഖ്യത്തിലുള്ള കമ്മിറ്റി തിരുവിതാംകൂർ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട്. ആ കമ്മിറ്റി റിപ്പോർട്ടില് പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ ഞാൻ ഇവിടെ ഉദ്ധരിച്ച ഗൗതമധർമ്മസൂത്രം ഉൾപ്പെടെ മനുസ്മൃതി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടാണ് അവർണ ജനതയ്ക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ പാടില്ല എന്ന് അവിതർക്കിതമായി രേഖപ്പെടുത്തിയത്. എന്നിട്ട് പറയുന്നത് പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ വലിയ വിപ്ലവകാരിയാണെന്ന്. അദ്ദേഹം സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഒന്നെടുത്ത് പരിശോധിക്കണം. 400 പേജുള്ള റിപ്പോർട്ടില് ഈ പുന്നശ്ശേരി എഴുതി പിടിപ്പിച്ചിരിക്കുന്ന എന്താണെന്ന് ഒരു വാചകം മാത്രം ഞാൻ വായിക്കാം. ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളെ 4 അംഗങ്ങളിൽ നിന്ന് ഈശ്വരൻ സൃഷ്ടിച്ചു, അവർക്ക് ഓരോ ധർമ്മങ്ങളും നിശ്ചയിച്ചു. പുന്നശ്ശേരിയുടെ വാക്കുകളാണ്. അവരിൽ നിന്ന് ബാഹ്യന്മാരായി ചില ജാതിക്കാർ കർമ്മദോഷം കൊണ്ട് പ്രതിലോമ സങ്കരം കൊണ്ട് ഉണ്ടായി വന്നു. അവരെയെല്ലാം ദസ്യുക്കളെന്ന് വേദങ്ങളിൽ പറയുന്നു. അപ്പൊ നാരായണ ഗുരു ചോദിക്കുന്നുണ്ട്, ഈ ഈ മനുഷ്യർ ഈ വിരാട് പുരുഷന്റെ വ്യത്യസ്ത അംഗങ്ങളിൽ നിന്ന് ഈ ചതുർവർണ്ണത്തിൽപ്പെട്ടവരുണ്ടായത് അങ്ങനെ മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ എന്ന് നാരായണ ഗുരുസ്വാമികൾ വളരെ പരിഹസിച്ചുകൊണ്ട് ഈ ചാതുർവർണ്ണയത്തെ നിരസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഫിലോസഫി ആകട്ടെ, നമ്മുടെ ഗ്രന്ഥപാഠങ്ങളാവട്ടെ, ഇതിഹാസ പുരാണങ്ങളാവട്ടെ ഒക്കെ തന്നെ ഈ അയിത്തത്തെ സാധൂകരിക്കുന്ന നിലപാട് തറയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ഈ മുഴുവൻ ഗ്രന്ഥപാഠങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും വലിയ അദ്വൈത ഫിലോസഫി, അദ്വൈതം സൃഷ്ടിച്ച ശങ്കരാചാര്യർ ലോകത്തിന് വലിയ സംഭാവനയാണ് എന്നാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് പറഞ്ഞത്. അദ്വൈതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ശങ്കരാചാര്യരാണ് എന്നും സുകുമാർ അഴീക്കോട് ഭാരതീയതയെ സംബന്ധിച്ച് എറണാകുളത്ത് നടത്തിയ 5 ദിവസത്തെ പ്രഭാഷണത്തില് ഈ അഴീക്കോട് സൂചിപ്പിക്കുന്നുണ്ട്. എൻ്റെ ബലമായ സംശയം അഴീക്കോട് ഈ ബ്രഹ്മസൂത്രം ഒന്നും വായിക്കാൻ ഒരു സാധ്യതയില്ലെന്നാണ്. ശങ്കരാചാര്യര് പറയും, ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് സംസ്കാര പരാമർശ തദഭാവാഭിലാപാശ്ച. ബ്രഹ്മസൂത്ര ശാങ്കര ഭാഷ്യം അവശൂദ്രാധികരണം 1-ാം അധ്യായം 3:36. ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യത് വിദ്യാപ്രദേശേഷു ഉപനയനാദയഃ സംസ്കാരഃ പരാമൃശ്യന്തെ തം ഹോപനിദേ അധീഹി ഭഗവ ഇതി ഹോപസാദ ബ്രഹ്മപരാ പരാനിഷ്ഠ പരം ബ്രഹ്മാന്വേഷമാണ ഏഷഃ വൈ തത് സർവം ഭക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം വിപ്പലാദമുപസന്നാഹ ഇതി ച. എന്താ അർത്ഥമെന്ന് ചോദിച്ചാൽ, സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും അതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ടും, ആർക്ക് സംസ്കാരമില്ലെന്ന്? ശൂദ്രന്മാർക്ക് സംസ്കാരമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ടും, വേദവിദ്യക്ക് സംസ്കാരം വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും, ശൂദ്രൻ അതില്ലെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ടും ശൂദ്രന് വേദാധികാരമില്ലെന്ന് സൂത്രാർത്ഥം. ഇതാണ് ശങ്കരാചാര്യര് അദ്ദേഹത്തിന്റെ മഹത്തായ അദ്വൈത ഫിലോസഫിയുടെ ആധാര ഗ്രന്ഥമായ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞില്ല, ഒരു വാചകം കൂടി ശ്രദ്ധിക്കണം.
ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യദസ്യ സ്മൃതേഃ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി വേദശ്രവണ പ്രതിഷേധഃ തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച പ്രതിഷേധഃ ശൂദ്രസ്യ സ്മര്യത്തെ. ശ്രവണ പ്രതിഷേധസ്താവത് അധഹാസ്യ വേദമുപസൃണ്വത ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി പത്യുഹ ഏതശ്മശാനം യത് ശൂദ്രസ്തസ്മാത് ശൂദ്രസമീപേ നാധ്യേതവ്യം ഇതി ച. ശൂദ്രന് വേദം കേൾക്കാൻ അധികാരമില്ല. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ എന്ത് ചെയ്യണം? ഈയമുരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? സാക്ഷാൽ ശങ്കരാചാര്യരാണ് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരുമല്ല. എന്തുകൊണ്ടാണ് ശൂദ്രന് വേദം പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത്? ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞു വെച്ചത്. ഏതശ്മശാനം. ഇതാണ് അദ്വൈത ഫിലോസഫി. എല്ലാവരും ഒന്നാണെന്നാ പറയുന്നത്. ലോകം മുഴുവൻ ഒന്ന്, എല്ലാം ഒന്ന്. ഈ ഒന്നെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയാണെന്നാ പറയുന്നത്. എന്താണെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോഴാണ് ഈ അദ്വൈത ഫിലോസഫിയുടെ കാപട്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. സത്യത്തിൽ ഇത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒരിടത്ത് പറയും ന ശൂദ്രായ മതിം ദദ്യാത്, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്, ശൂദ്രന് ബുദ്ധി ഉണ്ടാകാൻ അനുവദിക്കരുത്. ഇങ്ങനെ പറയുന്നൊരു പുസ്തകം നിങ്ങൾക്ക് വേറെ എവിടെങ്കിലും കാണാൻ പറ്റുമോ? ശങ്കരാചാര്യരുടെ അദ്വൈത ഫിലോസഫിയ, ശൂദ്രന് ബുദ്ധി കൊടുക്കരുത്. ഇതാണ് അദ്വൈതം, മഹത്തായ അദ്വൈതം. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇതിഹാസ പുരാണ പാഠങ്ങളും അതുപോലെ തന്നെ തന്ത്രഗ്രന്ഥങ്ങളും ധർമ്മസൂത്രങ്ങളും ഒക്കെ തന്നെ വളരെ ആധികാരികമായി പഠിച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഐത്തത്തെ നിലനിർത്തുന്ന, അസ്പൃശ്യതയെ ഒരു വിശ്വാസ പാരമ്പര്യമായി, ഒരു കർമാനുഷ്ഠാനമായി നിലനിർത്തുന്ന ഒരു സാമൂഹ്യ പാഠമാണ് ഈ ധർമ്മശാസ്ത്രങ്ങളും വേദേതിഹാസ പുരാണ പാഠങ്ങളും എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയും, ഹിന്ദുക്കളുടെ ധാർമ്മികതയിൽ ജാതി ചെലുത്തുന്ന സ്വാധീനം പരിതാപകരമാണ്. ജാതി പൊതുചേതനയെ ഇല്ലാതാക്കിയിരിക്കുന്നു. ജാതി പൊതുപരോപകാര ധാരണയെ നശിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ പറ്റില്ല. എന്താണ് കാരണം? മറ്റു മനുഷ്യരെ സഹായിക്കാൻ ഇന്ത്യന്റെ ഒരു പുസ്തകത്തിലും പറയുന്നില്ല. രാമായണത്തിൽ പറയുന്നുണ്ടോ മറ്റു മനുഷ്യരെ സഹായിക്കണമെന്ന്? ഒരു വാക്കെങ്കിലും മഹാഭാരതത്തിൽ നിന്ന് ഒരു വാക്ക് മറ്റു മനുഷ്യരെ സഹായിക്കണമെന്ന്? ബ്രാഹ്മണർക്ക് ദാനം കൊടുക്കണമെന്നല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യർക്ക് ദാനം കൊടുക്കണമെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു വരിയുണ്ടോ ഈ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ? ഇല്ല. ജാതി പൊതുജന അഭിപ്രായം അസാധ്യമാക്കിയിട്ടുണ്ട്. ഒരു ഹിന്ദുവിന് പൊതുജനങ്ങൾ എന്നത് അയാളുടെ ജാതിയാണ്. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ 1925 CV കുഞ്ഞിരാമനോട് പറഞ്ഞു, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന്. കാരണം ഹിന്ദുമതം എന്ന് പറയുന്നത് ജാതിയുടെ ഒരു കൂട്ടം മാത്രമാണ്, അതിന് ഒരു മതസ്വത്വം പോലും ഇല്ല എന്ന് നാരായണ ഗുരുസ്വാമികൾ തിരിച്ചറിഞ്ഞിരുന്നു. ആ ജാതിയിൽ മാത്രമായി അയാളുടെ ഉത്തരവാദിത്തം നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. നന്മകൾ ജാതി നിയന്ത്രിതവും ധാർമ്മികത ജാതി ബന്ധിതവുമാണ്. അർഹതപ്പെട്ടവരോട് അതിന് അനുകമ്പയില്ല, അർഹമായതിന് ഒരു പ്രശംസയുമില്ല, ആവശ്യമായവർക്ക് ഒരു പരോപകാരവുമില്ല, ദുരിതങ്ങളോട് ഒരു പ്രതികരണവുമില്ല. പക്ഷേ അത് ജാതിയിൽ തുടങ്ങി ജാതിയിൽ അവസാനിക്കുന്നു. സഹാനുഭൂതിയുണ്ട്, പക്ഷേ മറ്റുള്ള ജാതിയിൽ പെടുന്നവരോടില്ല. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു, അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം. അപരനോടുള്ള കരുണ, അപരനോടുള്ള സഹാനുഭൂതി, അപരനോടുള്ള കരുണയിലും അനുകമ്പയിലുമാണ് മുദിതം. മുദിതം എന്ന് പറഞ്ഞ സന്തോഷം. മൈത്രി, സാഹോദര്യത്തിന്റെ ഏറ്റവും ഉന്നതമായ മൂല്യവാക്യം മൈത്രി, കരുണ. ഇതൊന്നും തന്നെ ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇതിനെ തകർത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. 1956 നവംബർ 24 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ആർട്സ് കോളേജ് മൈതാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്, ബ്രഹ്മം എല്ലായിടത്തും ഉണ്ടെങ്കിൽ എല്ലായിടം സമാനമായിരിക്കണം.
ബ്രാഹ്മണനുള്ള ബ്രഹ്മം അസ്പൃശ്യനിലും ഉണ്ടായിരിക്കണം. എങ്കിൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനും അസ്പൃശ്യൻ നീചനുമായി എന്തുകൊണ്ട് കരുതപ്പെടണം? ഈ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്നാണല്ലോ പറയുന്നത്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ ഇല്ലാത്തത്? ശബരിമലയിൽ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഈ ചോദ്യം അഭിസംബോധന ചെയ്യണ്ടേ നമ്മള്? ബ്രാഹ്മണനെന്ന് മുദ്ര നൽകാതെ തന്നെ ഒരു പണ്ഡിതൻ ആദരിക്കപ്പെടണം. ക്ഷത്രിയൻ എന്ന് നാമകരണം ചെയ്യാതെ തന്നെ ഒരു സൈനികൻ ആദരിക്കപ്പെടണം. യൂറോപ്യൻ സമൂഹം അവരുടെ സൈനികരെയും സേവകരെയും അവർക്ക് സ്ഥിരമായ ലേബൽ നൽകാതെ ആദരിക്കുമെങ്കിൽ അപ്രകാരം ചെയ്യാൻ ഹിന്ദു സമൂഹത്തിന് എന്താണ് പ്രയാസമെന്ന് അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി എന്താണ് ഈ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറഞ്ഞാൽ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അയിത്തം നിലനിർത്തുന്നത് തന്നെ, ഈ അശുദ്ധി വ്യവസ്ഥ നിലനിർത്തുന്നത് തന്നെ ബ്രാഹ്മണ മേധാവിത്വത്തെ നിലനിർത്താൻ വേണ്ടിയാണ്. ഡോക്ടർ BR അംബേദ്കർ പറയുന്നു, ബ്രാഹ്മണ മേധാവിത്വം എന്നാൽ നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ അഭാവം എന്നാണ് അർത്ഥം. എവിടെ ബ്രാഹ്മണ്യമുണ്ടോ അവിടെ എല്ലാം നമുക്ക് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നിരസിക്കപ്പെടും. ബ്രാഹ്മണ്യമുള്ളിടത്തൊന്നും സാഹോദര്യം ഉണ്ടാകാനേ പോകുന്നില്ല. കാരണം നമ്മുടെ സാധാരണ ജനങ്ങളുടെ പൊതുബോധത്തിൽ തന്നെ ഇന്ത്യൻ ബ്രാഹ്മണ്യം അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഞാൻ അടുത്തിടെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് മേടിക്കാൻ ചെന്നു. ഒരു 5-6 പേര് നിരന്ന് നിൽക്കുക മെഡിക്കൽ സ്റ്റോറിൽ. ഞാൻ പറഞ്ഞു, ഇച്ചിരി അത്യാവശ്യമുണ്ട്, മരുന്ന് കിട്ടിയാൽ വേഗം പോകാമായിരുന്നു. കാരണം വേറെ ആരുമില്ല അവിടെ, വേഗത്തിൽ എടുത്തു തരാവുന്നതേ ഉള്ളൂ. എടുത്തു തന്നില്ല. അവർ പെട്ടെന്ന് ചോദിച്ച ചോദ്യം, സാർ ഒരു അമ്പലത്തിലായിരുന്നുവെങ്കിൽ കുറെ നേരം വെയിറ്റ് ചെയ്യത്തില്ലായിരുന്നു, ഇവിടെ വന്ന സാറിന് ഇത്ര പെട്ടെന്ന് പോകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് നിങ്ങളുടെ ഈ യുക്തി എന്നിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളെ അല്ല. അങ്ങനെ ഒരു മറുപടി കേട്ടപ്പോൾ അവർ നിശ്ചേഷ്ടിതരായിപ്പോയി. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത് ഈ ക്ഷേത്ര ബ്രാഹ്മണ്യമാണ്. നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത്. അടുത്തിടെ ഞാൻ കണ്ണൂര് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ആളുകൾ ട്രെയിനിലിരുന്ന് ചർച്ച ചെയ്യുക. നമ്മൾ വിചാരിക്കും ശബരിമല വിവാദവും പ്രളയവും എല്ലാം കഴിഞ്ഞു പോയതോടുകൂടി എല്ലാ പ്രശ്നം അവസാനിച്ചു. ഒന്നും അവസാനിച്ചിട്ടില്ല. ഈ ആളുകൾ ട്രെയിനിലിരുന്ന് പറയുന്നത്, എങ്ങനെ പ്രളയം ഉണ്ടാകാതിരിക്കും? ഈ സ്ത്രീകളൊക്കെ ശബരിമലയിൽ കയറിയാൽ പിന്നെ പ്രളയം ഉണ്ടാകാതിരിക്കുവോ? നമ്മുടെ നാട് എന്തുകൊണ്ട് ഇങ്ങനെ ആയി? ശബരിമലയിൽ പെണ്ണുങ്ങൾ കാലുകുത്തിയോണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് ആ അപാദാനം, ഞാൻ ഏതാണ്ട് ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും അതിൻ്റെ അപാദാനങ്ങൾ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നമ്മുടെ പുരോഗമനം പല അർത്ഥത്തിലും ഈ മേമ്പൊടി മാത്രമാണ്. സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഈ ജാതി ബ്രാഹ്മണ്യത്തിന്റെ ലോകബോധ്യമാണ് നമ്മുടെ സമൂഹത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അംബേദ്കർ പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അസ്പൃശ്യനായിരിക്കുന്നതിന്റെ പാപമുദ്ര ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എങ്ങനെയാണ് സാമ്പത്തിക പുരോഗതി കൈവരിക്കാനാവുക എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു കട തുടങ്ങുകയും കടയുടമ നിങ്ങളൊരു അസ്പൃശ്യനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്താൽ ആരും നിങ്ങളിൽ നിന്ന് ഒന്നും വാങ്ങുകയില്ല എന്ന് വളരെ ദീർഘദർശനത്തോടുകൂടി ഡോക്ടർ BR അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പൊതുചേതനയെ ഇല്ലാതാക്കുന്ന ഈ അയിത്ത വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാതെ, അതിന്റെ ശുദ്ധാശുദ്ധിഹീന വ്യവസ്ഥകളെ മറികടക്കാതെ, മനുഷ്യരെല്ലാം ഒരു ജാതിയാണ് എന്ന് നാരായണ ഗുരു തിരിച്ചറിഞ്ഞതുപോലെ നാം തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്കൊരു സമത്വ സമൂഹത്തിന്റെ നിർമ്മിതിക്ക് കാരണഭൂതന്മാരാകാൻ കഴിയൂ. ജാതി നിർണയത്തിൽ നാരായണ ഗുരു എഴുതി, ഒരു ജാതിയിൽ നിന്നല്ലോ പുറന്നീടുന്നു സന്തതി, നരജാതി തോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാം. മനുഷ്യരെല്ലാം ഒന്നായി പിറക്കുന്നത് കൊണ്ട്, ഒരേ രീതിയിൽ സമാന പ്രസവം ഉള്ളത് കൊണ്ട് മനുഷ്യർ ഒരു ജാതിയാണ്. ന്യായസൂത്രത്തിൽ പറയും, സമാന പ്രസവാത്മിക ജാതിഹി, സമാനമായ പ്രസവ രീതിയാണ് ജാതി. പശു പ്രസവിക്കുന്ന ഒരു രീതി, അതുകൊണ്ട് പശു. മനുഷ്യർ വേറൊരു രീതിയിൽ പ്രസവിക്കുന്നത് കൊണ്ട് മനുഷ്യർ മറ്റൊരു ജാതി. ഇങ്ങനെയാണ് ആ ഒരു തത്വദർശനം സാക്ഷാൽ നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞത്.
അതുകൊണ്ട് ഗുരു പറഞ്ഞു, ഇല്ല ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകിൽ ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നീടു എന്നും കൂടി ഗുരു പറഞ്ഞു വെച്ചു. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടാവണം സ്വതന്ത്ര സമുദായത്തിന്റെ അവതാരികയിൽ M.K. കുമാരൻ എഴുതി. ഇന്നും ഏറ്റവും പ്രസക്തമായ ഒരു വാചകമാണ്, ഹിന്ദു റിവൈവലിസം രാജ്യത്തിനൊരു വമ്പിച്ച ഭീഷണിയായി തീർന്നിരിക്കുന്നു. 30 കാലഘട്ടത്തിൽ എഴുതിയ ഒരു അവതാരിക, പക്ഷെ ഇന്നും വളരെ പ്രസക്തമായിട്ട് അവതാരിക മാറി തീർന്നിരിക്കുന്നു. ഹിന്ദു റിവൈവലിസം രാജ്യത്തിനൊരു വമ്പിച്ച ഭീഷണിയായി തീർന്നിരിക്കുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ദേശീയ കവികളും ദേശാഭിമാനം ഉജ്ജ്വലിപ്പിക്കുവാൻ കുറുക്കുവഴി തേടിയതിന്റെ ഫലമായിട്ടാണ് ഹിന്ദു റിവൈവലിസത്തിന് മാന്യത ലഭിച്ചത്. സാംസ്കാരിക പൈതൃകത്തെ വിമർശന ബുദ്ധിയോടുകൂടി വിലയിരുത്തുകയും അതിലടങ്ങിയിരിക്കുന്ന വൈകൃതങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നതിന് ദേശീയവാദികൾ മുതിർന്നില്ല. അതിനൊരുമ്പെട്ടത് സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ മാത്രമായിരുന്നു. അവരെയാകട്ടെ ദേശീയവാദികൾ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായേ തീരൂ. ദേശീയമായതിനെയെല്ലാം കണ്ണടച്ചു വാഴ്ത്തുകയും വൈദേശികമായതിനെയെല്ലാം പരിഹസിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം. M.K. കുമാരൻ സ്വതന്ത്ര സമുദായത്തിന്റെ അവതാരികയിൽ എഴുതിയ ഈ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നത്. സാംസ്കാരിക പൈതൃകത്തെ വിമർശന ബുദ്ധിയോടുകൂടി വിലയിരുത്തുകയും അതിലടങ്ങിയിരിക്കുന്ന വൈകൃതങ്ങൾ തുറന്നു കാട്ടുകയും ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കൊരു പുരോഗമന സമൂഹമായി മാറിത്തീരാൻ കഴിയുകയുള്ളൂ. അതിലൂടെ മാത്രമേ ലിംഗനീതിയും സാഹോദര്യ സമത്വവും പ്രാതിനിധ്യ ജനായത്വമുള്ള ഒരു സമൂഹ സൃഷ്ടിയുടെ നിർമ്മാണം സാധ്യമാവൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുന്നു. എന്നെ ഇത്തരമൊരു പരിപാടിയിലേക്ക് ക്ഷണിച്ച എസൻസ് ക്ലബിൻ്റെ ഭാരവാഹികളോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവരോടും, ഈ വേദിയിൽ ഈ സദസ്സിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ചിന്തകരായ കേൾവിക്കാരെയും ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.